സോ ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനെ പറ്റിയിട്ടാണ്. നമ്മുടെ കേരള PSC കണ്ടക്ട് ചെയ്യാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇത്രയും നേരത്തെ നമ്മൾ ഈ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ മുൻകരുതൽ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വെബിനാർ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഗ് ലേണിംഗിന്റെ ലെക്ചറർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് താമസിക്കാതെ തന്നെ നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഓഡിയബിൾ ആണെന്ന് കരുതുന്നു അല്ലെ? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ്, വൈ നൗ? എന്തിനു നമ്മൾ ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം? അതാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ടൈം ഈ ഒരു പോസ്റ്റിലേക്ക് എക്സാമിനേഷൻ കേരള PSC കണ്ടക്ട് ചെയ്ത എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ സിലബസ് ഉണ്ട്. സിലബസ് അതായത് പ്രീവിയസ് എക്സാമിനേഷന് കേരള PSC തന്നിട്ടുള്ള സിലബസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ്, കഴിഞ്ഞ പരീക്ഷകളിൽ ഏതൊക്കെ സബ്ജക്ട്സിൽ നിന്ന് എത്രത്തോളം വെയിറ്റേജുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു അനാലിസിസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈറാർക്കി, സബ്ജക്ട് ഹൈറാർക്കി എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ റെഫറൻസസ് ആണ് നമുക്ക് ഈ ഒരു സബ്ജക്ട്സ്, ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള സിലബസിൽ പറഞ്ഞിട്ടുള്ള സബ്ജക്ട്സുകളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റെഫറൻസ് ബുക്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കണം. എങ്ങനെ നമ്മളിനി ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് തയ്യാറെടുക്കണം, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കണം എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ വൈ നൗ, ഇപ്പം എന്തിന് നമ്മൾ ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിച്ചു തുടങ്ങണം? നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്കിപ്പം നോട്ടിഫിക്കേഷൻ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അല്ലെ? ലാസ്റ്റ് ടൈം ഈ ഒരു പരീക്ഷ കണ്ടക്ട് ചെയ്ത അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. നമുക്കറിയാം എല്ലാ റാങ്ക് ലിസ്റ്റിന്റെയും കാലാവധി നമുക്ക് നമ്മൾ നോർമൽ പരീക്ഷകളുടെ ഒക്കെ കാലാവധി എന്ന് പറയുന്നത് 3 years ആണ്. ഒരു എക്സാമിനേഷൻ PSC കോൾ ഫോർ ചെയ്ത് അതിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത് വരെ ഏകദേശം 5 വർഷ കാലയളവാണ് നമുക്ക് കിട്ടുന്നത്. 4 മുതൽ 5 വരെയുള്ള വർഷ കാലയളവിലാണ് ഈ സെയിം എക്സാമിനേഷൻ വീണ്ടും PSC കോൾ ഫോർ ചെയ്യുന്നത്, അടുത്ത നോട്ടിഫിക്കേഷൻ കോൾ ഫോർ ചെയ്യാം അല്ലെ? അപ്പൊ നമ്മൾ ലാസ്റ്റ് എക്സാമിനേഷൻ കോൾ ഫോർ ചെയ്തത് ഏകദേശം 2019 അപ്പൊ ഇപ്പൊ നമുക്ക് 5 വർഷം ഏകദേശം പിന്നിട്ടു. ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്ന് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതോടുകൂടിയൊക്കെ ആയിരിക്കും പരീക്ഷ കണ്ടക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഉടനെ നമുക്ക് ഈ ഒരു വർഷം തന്നെ ചിലപ്പോൾ ഈ ഒന്നുകിൽ ഡിസംബർ ലാസ്റ്റിലേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷത്തിന്റെ പകുതിക്ക് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ എന്തായാലും PSC കോൾ ഫോർ ചെയ്യും. പക്ഷെ PSC കോൾ ഫോർ ചെയ്ത് അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ച് ടൈം കിട്ടും അല്ലെ പഠിക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഒരു ഇതുപോലെ ഈ ലെക്ചറർ പോളിടെക്നിക്കിലേക്കുള്ള പരീക്ഷ പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ BTech 4 വർഷം പഠിച്ചിട്ടുള്ള എന്തോരം സബ്ജക്ട്സുകൾ ഉണ്ട് നമുക്ക് അല്ലെ? 52ഓളം സബ്ജക്ട്സുകൾ നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ ഫൈനൽ ഇയർ വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സബ്ജക്ട്സുകളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ 4 year കൊണ്ട് പഠിക്കുന്ന സബ്ജക്ട്സ് നമുക്കൊരു ഷോർട്ട് ഡ്യൂറേഷനിൽ നമുക്ക് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. എക്സാമിനേഷൻ കോൾ ഫോർ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നമുക്ക് സിലബസ് ഒക്കെ കിട്ടിയതിനു ശേഷം നമ്മൾ പഠിക്കാനിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീരാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് കൂടുതൽ ടൈം എടുത്ത് കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ചെയ്ത് ബേസിക്സ് ഒക്കെ ബിൽഡ് ചെയ്ത് നമ്മൾ ആ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനഫ് ടൈം കിട്ടും. കുറെ ടൈം നമുക്ക് MCQ, നമുക്കറിയാം OMR എക്സാമിനേഷൻ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള MCQs പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും. ഇനി നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുന്നത്തെ പ്രാവശ്യമൊക്കെ നമുക്ക് ബേസിക് സബ്ജക്ട്സുകൾ ഉണ്ടാകും. ഒരു BTech ഇലക്ട്രോണിക് കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ബേസിക് സബ്ജക്ട്സുകളൊക്കെ വീണ്ടും പിന്നീട് ഒരിക്കലും അവർക്ക് ആവശ്യം വരുന്നില്ല അല്ലെ? കുറച്ച് ഒരു 3rd 4th സെമസ്റ്റർ വരെ മാത്തമാറ്റിക്സിന്റെ ഉണ്ടാകും.
പിന്നെ നമുക്ക് അപ്ലിക്കേഷൻ ലെവലിലുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിക്കുമ്പോൾ അപ്ലിക്കേഷൻ ലെവലിലുള്ള മാത്തമാറ്റിക്സ് ഉണ്ട് എന്നുള്ളത് പുറമെ നമ്മൾ മാത്സ് പിന്നെ അങ്ങോട്ട് പഠിക്കുന്നില്ല. അപ്പൊ ഈ ബേസിക് സബ്ജക്ട്സ് ഇൻക്ലൂഡിങ് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് അത് നമുക്ക് പഠിക്കാനായിട്ട് കുറച്ചധികം ടൈം വേണ്ടി വരും. കാരണം നമുക്ക് ടച്ച് ഇല്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ബേസിക്സ് ഒക്കെ നമ്മൾ ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചു പോകണമെങ്കിൽ കുറച്ച് ടൈം ആവശ്യമാണ് അല്ലെ. അപ്പൊ നമ്മളുടെ പ്രിപ്പറേഷൻ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ PSC എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെ. ഒരു എക്സാമിനേഷൻ കോൾ ഫോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഇയർ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു കലണ്ടർ ഇയർ ആണെങ്കിൽ പോലും ആ ഒരു കലണ്ടർ ഇയറിൽ PSC എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ചെയ്യുന്നതിന്റെ ഒക്കെ പരീക്ഷയുടെ ഷെഡ്യൂളും കൂടെ ഇടാറുണ്ട്. അപ്പൊ ആ വർഷത്തിൽ ഇന്ന പരീക്ഷകളൊക്കെ നടക്കുന്നുള്ളത്. അപ്പൊ അത് അതേപോലെ തന്നെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സിലബസ് ആണെങ്കിൽ സിലബസ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഉണ്ടാകും. ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ട് തന്നെ തരും. അതിൽ ഇത്ര മാർക്കുകൾ ഉണ്ടാകും. ഓരോ മൊഡ്യൂളിൽ നിന്ന് ചോദിക്കുന്ന ഇത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നുണ്ടാകും. അത് പ്രകാരം തന്നെയായിരിക്കും ഇപ്പം നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് ഒരു 3-4 വർഷമായിട്ടൊക്കെ PSC ആ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ ഇതിലേക്കൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ പരീക്ഷയുടെ ഒരു 3 മാസം മുന്നേ ആവും. അപ്പൊ 3 മാസ കാലയളവ് കൊണ്ട് നമുക്ക് ഇത്രയൊന്നും പഠിച്ചെത്തില്ല. അപ്പം നമുക്കറിയാം ഒരു പോളിടെക്നിക് ലെക്ചറർ എന്ന് പറയുന്നത് അതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ BTech ആണ്. അപ്പൊ ആ BTech നമുക്ക് ജോബും നമുക്ക് എന്താണെന്നറിയാം അല്ലെ. ജോബും നമുക്ക് എന്താണെന്നറിയാം. അപ്പൊ BTech സോറി ഡിപ്ലോമ ഉള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കാന്നുള്ളത്. അപ്പൊ BTech സിലബസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഏകദേശം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പേപ്പറുകളും നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ഒരു ഐഡിയ ഒക്കെ വെച്ച് നമുക്കത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. പ്ലസ് നമ്മളുടെ പ്രീവിയസ് എക്സാമിനേഷന്റെ നമുക്ക് PSC തന്നിട്ടുള്ള സിലബസും നമ്മളുടെ മുന്നിലുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് തുടങ്ങിയാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ എക്സാമിനേഷന് നമുക്ക് പ്രിപ്പയർ ചെയ്യാനാവും. നമ്മളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരത്തെ തന്നെ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം എന്ന് പറയാനായിട്ട് കാര്യം. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ കഴിഞ്ഞ പരീക്ഷയുടെ പ്രീവിയസ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് സ്ക്രീനിൽ തന്നെ കാണാനായിട്ട് പറ്റും. ലെക്ചറർ ഇൻ പോളിടെക്നിക് പ്രീവിയസ് എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 10/4/2019. അപ്പൊ ഞാൻ പറഞ്ഞു 2019 കോൾ ഫോർ ചെയ്തതായിരുന്നു പരീക്ഷ. ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ 11/2024 അല്ലെ. 11th മന്ത് ആണ് 11/2024. അപ്പൊ ഏകദേശം നമുക്ക് 5 വർഷം കഴിഞ്ഞു അല്ലെ. 19 മുതൽ 24 വരെ ആകുമ്പോഴത്തേക്ക് 5 വർഷം നമുക്ക് കഴിഞ്ഞു. അപ്പൊ അടുത്ത പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ 10/4/2019 നോട്ടിഫൈ ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു മാസം, സാധാരണ എല്ലാ പരീക്ഷകളും അപ്ലൈ ചെയ്യാൻ ഒരു മാസം സമയം നമുക്ക് തരാറുണ്ട്. അപ്പൊ ഇതും 15/5/2019 വരെ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാമായിരുന്നു. കാറ്റഗറി നമ്പർ 19/2019 ആയിരുന്നു കഴിഞ്ഞ പരീക്ഷയുടെ. ഓക്കെ. അപ്പൊ നമ്മള് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? നമ്മൾ ലെക്ചറർ ഇൻ പോളിടെക്നിക്, ഈ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ നമ്മൾ പോസ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക. നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. അത് എവിടെയാണ്? ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസിലാണ്. നമുക്കറിയാം, നമുക്ക് ഏകദേശം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജസ് എന്ന് പറയുന്നത് 46ഓളം കോളേജുകളാണ് നമുക്ക് കേരളത്തിൽ ഉള്ളത്. അതിൽ തന്നെ ഒരുവിധം എല്ലാ കോളേജുകളിലും ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ട്രേഡ് ഉണ്ട്. ഓക്കെ. വളരെ കുറഞ്ഞ കോളേജുകളിൽ മാത്രമാണ് ഈ ഇലക്ട്രോണിക്സ് ട്രേഡ് ഇല്ലാത്തത്. ഓക്കെ. അപ്പം നമുക്ക് നല്ലൊരു നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഇപ്പൊ കഴിഞ്ഞ തവണത്തെ ഒരു പരീക്ഷയ്ക്ക് 12 വേക്കൻസിക്കാണ് നോട്ടിഫിക്കേഷൻ വന്നപ്പം നമുക്ക് 12 വേക്കൻസി ഉണ്ടായിരുന്നുള്ളെങ്കിലും ഇന്ന് വരെ നിലവില് 95ഓളം കാൻഡിഡേറ്റ്സിന് അഡ്വൈസ് PSC ചെയ്തിട്ടുണ്ട്. അപ്പൊ 12 വേക്കൻസിക്ക് നോട്ടിഫൈ ചെയ്ത ഒരു പോസ്റ്റിലേക്ക് നാളെ ഇതുവരെ, അതായത് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 2 വർഷം പിന്നിട്ടിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ 95ഓളം വേക്കൻസികൾ റൈസ് ചെയ്തു. അത്രയും ആളുകൾക്ക് തന്നെ പോസ്റ്റിംഗ് കൊടുക്കുന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് അല്ലെ. ഇനി കുറച്ച് കാലം കൂടി ഉണ്ട് ഈ ഒരു ലിസ്റ്റ്. നമുക്ക് കുറച്ച് വേക്കൻസികളും കൂടെ അതിനകത്ത് നിന്ന് നികത്തുന്നു വിചാരിക്കും. അപ്പൊ ഇനി ഇതിന്റെ പേ ബാൻഡ് എന്ന് പറയുന്നത്, സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 15,600 മുതൽ 39,100. ഇതാണ് പേ ബാൻഡ് എന്ന് പറയുന്നത്. പക്ഷെ AICTE സ്കെയിൽ ഓഫ് പേ ആണ്
അപ്പൊ അതിന്റെ നമുക്ക് ഏകദേശം കയ്യിൽ കിട്ടുന്ന ഒരു സാലറി എന്ന് പറയുന്നത് 56 to 60 ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടും. 56,000 ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 56,000 60,000 ഇടയ്ക്കുള്ള ഒരു ഫിഗർ ആയിട്ടായിരിക്കും നമുക്ക് സ്റ്റാർട്ടിംഗ് സാലറി ഉണ്ടാവുക. ഓക്കെ, അപ്പം ഈ ഒരു പേ ബാൻഡ് ഇങ്ങനെ ഒരു ചെറിയൊരു ഫിഗർ ആയിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിലും AICTE സ്കെയിൽ ഓഫ് പേ ആണ് അവിടെ AGP ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ DAയും അങ്ങനെയുള്ള HRA അങ്ങനെയുള്ള അലവൻസുകളെല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കൺസോളിഡേറ്റഡ് പേ എന്ന് പറയുന്നത് 56,000 മുതൽ 60,000 ഇടയിലുള്ള ഒരു ഫിഗർ ആയിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇത്തവണയും ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ ആണെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു മെത്തഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. അതായത് എല്ലാവർക്കും നമുക്ക് പുറത്തുള്ള എല്ലാ ആളുകൾക്കും അപ്ലൈ ചെയ്യാം. അതിന്റെ ഏജ് ലിമിറ്റ് 20 മുതൽ 39 വരെ. ഈ ടീച്ചിങ് പോസ്റ്റിലേക്കൊക്കെ ഇങ്ങനെ 20 മുതൽ 39 വരെ ജനറൽ കാറ്റഗറിക്ക് ഏജ് ലിമിറ്റ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ OBCക്കും SC/STക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട് അല്ലെ. OBCക്ക് 3 വർഷം വരെയും അതുപോലെ തന്നെ SC/ST കാറ്റഗറിക്ക് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടാകും. സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇതിൽ നിന്ന് നമുക്ക് 3%, എനിക്ക് ഇപ്പൊ ഒരു 4% ആക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത്രയും നമുക്ക് DA ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ 3%. എനിക്ക് തോന്നുന്നു ഇനി വരുന്ന സമയത്ത് അത് 4% ആയേക്കാം. ഓക്കെ, അപ്പൊ അത് എല്ലാ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും അല്ല. ടീച്ചിങ് പോസ്റ്റ് ആയത് കാരണം തന്നെ നമുക്ക് ലോക്കോമോട്ടർ ഡിസബിലിറ്റി, അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി, ലോ വിഷൻ ഇങ്ങനെയുള്ള ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 4% അല്ലെങ്കിൽ 3% റിസർവേഷൻ ഉണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇതിന്റെ എലിജിബിലിറ്റി ആരൊക്കെയാണ്, ക്വാളിഫിക്കേഷൻ, ഇതിനു വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആരൊക്കെയാണ്? ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അപ്പൊ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി അല്ലെങ്കിൽ ബിടെക് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വെറുതെ ബിടെക് മാത്രം പോരാ, ഫസ്റ്റ് ക്ലാസ് വേണം. ബിടെക്കില് ഫസ്റ്റ് ക്ലാസ് നിർബന്ധമായിട്ട് വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ പ്രയോറിറ്റി ഉണ്ട്. പ്രയോറിറ്റി ഡിഗ്രി ഇൻ ഇലക്ട്രോണിക്സ്, ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ഉള്ളവർക്കാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷം അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ദെൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇത്രയും ആളുകൾക്ക് പ്രയോറിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കേരളത്തിലുള്ള കോഴ്സുകൾ പറയുകയാണെങ്കിൽ ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇതാണ് അല്ലെ. നമുക്ക് ഇലക്ട്രോണിക്സ്, ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് മാത്രം പറയുന്ന ഒരു കോഴ്സ് ഇല്ല. അപ്പൊ അത് ചിലപ്പം അതർ സ്റ്റേറ്റ്സുകളിലൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളും BE ആണെങ്കിലും എലിജിബിൾ ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രയോറിറ്റി ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് ഒക്കെ അപ്ലൈ ചെയ്യാം. ഇനി ഇത് കൂടാതെ തന്നെ ചില ആളുകൾക്ക് ഇക്വലൻസി ഉണ്ടാവും അല്ലെ. ഇപ്പൊ ചില ട്രേഡുകൾ ഇലക്ട്രോണിക്സ് ആൻഡ് അല്ലെങ്കിൽ ബിടെക് ഇൻ ഇലക്ട്രോണിക്സിനോടോ ബിടെക് ഇൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സിനോടോ ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോടോ ഇക്വലന്റ് ആയിട്ട് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ അത് നിങ്ങൾ പ്രൂവ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എംടെക് ഉള്ള ആളുകളും ഉണ്ടാകും അല്ലെ. എംടെക് ഉള്ള ആളുകളും അവർക്കും അപേക്ഷിക്കാം. അവര് എന്ത് ചെയ്യണം? അത് എംടെക് എന്ന് പറയുന്നത് ഹയർ ഡിഗ്രിയാണ്, ബിടെക്കിന്റെ ഹയർ ഡിഗ്രിയാണ്. അപ്പം ബിടെക്, എംടെക് അതുപോലെ PhD ഉള്ളവർക്കൊക്കെ നമുക്ക് ഇതിന്റെ ഹയർ ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യും. പിന്നെ BSc MSc ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ BSc ബിടെക്കിനോട് ഇക്വലന്റ് അല്ല. അതല്ലാന്നുണ്ടെങ്കിൽ BSc MSc ഇക്വലന്റ് അല്ല. അപ്പൊ അവർക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? നമ്മളിപ്പം ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഉണ്ടായി, നമ്മൾ ബിടെക് ഇൻ ഇലക്ട്രോണിക്സോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഏജിന്റെ ഉള്ളിലുള്ളവരാണ്, പിന്നെ റിലാക്സേഷൻ ഉണ്ടെങ്കിൽ റിലാക്സേഷൻ അതൊക്കെ ഉൾപ്പെടുന്ന ആളുകളാണ് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ എലിജിബിലിറ്റി ഉണ്ട്. ഇനി അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ സെലക്ടഡ് ആവുക? വാട്ട് ഇസ് സെലക്ഷൻ പ്രോസസ്? അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്തുണ്ടാകും? ഒരു OMR എക്സാമിനേഷൻ ഉണ്ടാകും അല്ലെ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു OMR എക്സാമിനേഷൻ ഉണ്ടാകും. അത് ഓഫ്ലൈനോ ഓൺലൈനോ ആയിരിക്കും.
മോസ്റ്റ് പ്രോബബ്ലി ഓഫ്ലൈൻ എക്സാമിനേഷൻ ആയിരിക്കും, കാരണം ഇതിന് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കൂടുതലാണ്. അപ്പൊ ഒരു 100 മാർക്കിന്റെ 1.5 മണിക്കൂറുള്ള ഒരു OMR എക്സാമിനേഷൻ ആണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാകും. അതിന് മേളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അവർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. കേരള PSC ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അങ്ങനെ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ ഇടയിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് നമ്മൾ ഇത് അപ്ലൈ ചെയ്തു, നമ്മൾ പരീക്ഷ എഴുതി, നമ്മൾ ക്വാളിഫൈഡ് ആയി. അപ്പം അപ്ലൈ ചെയ്ത സമയത്ത് എന്താണ്, നമുക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ ക്വാളിഫിക്കേഷൻസ് മതിയായി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ്, അത് നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. കേരള PSC വെരിഫൈ ചെയ്തിരിക്കണം. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കുക. ഇന്റർവ്യൂ, അപ്പൊ ദർ വിൽ ബി ആൻ ഇന്റർവ്യൂ ഫോർ 20 മാർക്സ്. 20 മാർക്കിനായിരിക്കും ആ ഇന്റർവ്യൂ ഉണ്ടാവുക. ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 7 to 10 മിനിറ്റ്സ്, ചില കേസുകളിലൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടെ കൂടാ, ഒരു 12 to 15 അവിടെ വരെയൊക്കെ എത്താം. ഇപ്പൊ ഈ ഒരു പോസ്റ്റ് ടീച്ചിങ് പോസ്റ്റ് ആയത് കാരണം തന്നെ ഇന്റർവ്യൂവിൽ ചിലപ്പോൾ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പറയാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിർബന്ധമൊന്നുമില്ല, ഡിപ്പെൻസ് അപ്പോൺ ദ ഇന്റർവ്യൂ പാനലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുക. അതല്ലെങ്കിൽ നമ്മളുടെ ടെക്നിക്കൽ നോളജ് അവർക്ക് അളക്കുന്നതിന് വേണ്ടിയിട്ട് അവർ നമ്മളോട് പല സബ്ജക്റ്റുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ അതിന് നമ്മൾ ആൻസർ പറയണം. നമ്മളുടെ കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോജക്ട്സുകൾ, ഇപ്പൊ ബിടെക് മാത്രമുള്ളവരാണെങ്കിൽ, ബിടെക് മാത്രമുള്ള ആളുകളും ഈ ഒരു പോസ്റ്റിന് എലിജിബിൾ ആണ്. അപ്പൊ അവരുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്ത പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ്, ഇപ്പൊ ഹയർ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിൽ അവർ ചെയ്തിട്ടുള്ള വർക്കുകളുടെ ഇപ്പൊ ഡീറ്റെയിൽസ്, അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിവുണ്ടായിരിക്കണം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ 20 മാർക്സ് ആണ് ഇന്റർവ്യൂവിന് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ 100 മാർക്കിന്റെ ഒരു പരീക്ഷ, 20 മാർക്സിനുള്ള ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂവിന് മിക്കവാറും നമുക്കൊരു സാധാരണ ഏതൊരു പോസ്റ്റിലേക്കാണെങ്കിലും ഇപ്പോൾ ഇന്റർവ്യൂ പറയുമ്പോഴത്തേക്കും ഒരു മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് ഒരു 13 to 14 ആ ഒരു റേഞ്ചിൽ വരെയാണ് വരാറുള്ളത്. നമ്മളെ എത്ര രീതിയിൽ നല്ല രീതിയിലാണ് പറയുന്ന ഒരാൾക്കാണ് അത്രയും മാർക്ക് വരിക. ഓക്കെ, അപ്പൊ ഒരു 10 മുതൽ 9, 10 മുതൽ ഒരു 14 വരെയൊക്കെ അതിൻ്റെ ഉള്ളിൽ വേരിയേഷൻസ് ഇന്റർവ്യൂവിന് വരാം. ഓക്കെ, പിന്നെ അതിനുശേഷം നമുക്ക് അക്കാഡമിക് ഗ്രേഡും കൂടെ ഈ ഒരു കോഴ്സിന് കൺസിഡർ ചെയ്യാറുണ്ട്, അക്കാഡമിക് ഗ്രേഡ്. അപ്പൊ ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ബിടെക് ആയത് കാരണം ബിടെക്കിന്റെ പെർസെന്റേജിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ അക്കാഡമിക് ഗ്രേഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അതിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്ക്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 80% ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. അപ്പൊ അവർക്ക് എത്ര മാർക്ക് ഉണ്ടാകും? 80% എന്ന് പറയുമ്പോഴത്തേക്കും 80/100 അല്ലെ, അതിനെ നമ്മൾ 30ലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനെ PSC 30ലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോഴത്തേക്കും നമുക്ക് എത്രയാണ് കിട്ടുക? എത്ര കിട്ടും? 24 മാർക്ക്. 24 മാർക്കാണ് ഈ ഒരു കാൻഡിഡേറ്റിന്റെ വെയിറ്റേജ്, അക്കാഡമിക് ഗ്രേഡ് എന്ന് പറയുന്നത്. വെയിറ്റേജ് അല്ല, അക്കാഡമിക് ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ പെർസെന്റേജ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ കൂടുതൽ CGPA ഉള്ള, നമ്മൾ പെർസെന്റേജിനെയാണ് കൺവേർട്ട് ചെയ്യുക. അപ്പൊ CGPA ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് അതിന്റെ ഇക്വലന്റ് പെർസെന്റേജ് എത്രയാണെന്നുള്ളത് വാങ്ങിയിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ ചില ആളുകളുടെയൊക്കെ മാർക്ക് ലിസ്റ്റിൽ തന്നെ ആ പെർസെന്റേജ് കാൽക്കുലേഷൻ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഇനി അതല്ല CGPA മാത്രം അവരുടെ ഗ്രേഡ് ഷീറ്റിലുള്ളൂ, പെർസെന്റേജ് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പെർസെന്റേജ് സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ ഒരു 9 CGPA ഉള്ള ആളാണെങ്കിൽ എത്രയാണ് അവരുടെ പെർസെന്റേജ് എന്ന് അറിയണമെന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനൊരു വെയിറ്റേജ്, അതിനൊരു മാർക്ക് ഉണ്ടാകും. ഇനി അപ്പം ഇപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ OMR എക്സാമിനേഷൻ എത്രത്തോളം എക്സൽ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. ഈ ഇന്റർവ്യൂയുടെ മാർക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും ഒരു 9 to 14 വരെയുള്ള വേരിയേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരുവിധം ആളുകൾക്കൊക്കെ തന്നെ ഒരു 12, 13, 14 ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് വലിയൊരു വേരിയേഷൻ നമുക്ക് വരില്ല. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 60 മാർക്ക് മേടിച്ചിട്ടുള്ള, ടെസ്റ്റിൽ 60 മാർക്ക് മേടിച്ചിട്ടുള്ള ആള് പിന്നെ ഇന്റർവ്യൂവിൽ ഒരു 13 മാർക്ക് മേടിച്ചു. അതുപോലെ തന്നെ 61 മാർക്ക് കിട്ടിയ ആൾക്ക് നമുക്ക് 13 മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 12 മാർക്ക് ആണെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേപോലെ ആയിരിക്കും അല്ലെ, ഒരേപോലെ ആയിരിക്കും. അപ്പൊ ഇവിടെ അത്രയും വേരിയേഷൻ വരില്ല. നമ്മൾ ഈ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് ഹയസ്റ്റ് പൊസിഷനിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റിന്റെ മാർക്ക് നല്ല രീതിയിൽ നമ്മൾ പെർഫോം ചെയ്തിട്ടുണ്ടാകണം. ഓക്കെ, എന്നാൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ വരുള്ളൂ.
ഇനി ഇന്റർവ്യൂ ഇമ്പോർട്ടന്റ് അല്ലേന്ന് വെച്ചാൽ ഇന്റർവ്യൂ ഇമ്പോർട്ടന്റ് തന്നെയാണ്. കാരണം ഇത് ആവറേജ് മാർക്ക് ഇത് ഒരേപോലെയുള്ള കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമ്മളൊരു റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 45 ആണ് കട്ട് ഓഫ് വിചാരിക്കാം. ഇനി അതിന്റെ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 65 ആണെന്ന് വിചാരിക്കാം. ഈ 60 മുതൽ 65 വരെ ഇടയിൽ നമുക്ക് വളരെ കുറഞ്ഞ നമ്പറേ ഉണ്ടാവുള്ളൂ അല്ലെ, ചെറിയ നമ്പറേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു ഒരു 55ന്റെയും ഒരു 50ന്റെയും ഇടയിലൊക്കെ ആയിരിക്കും ഒരുവിധം ആളുകളൊക്കെ. അപ്പൊ ഇതൊരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിലായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് ഇന്റർവ്യൂവിലുള്ള മാർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരും അല്ലെ. നമ്മൾ റാങ്ക് ലിസ്റ്റില് ഈ 50-55ന്റെ ഇടയിൽ ഒരു 70 ആളുണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ 70 ആളില് നമുക്ക് ആ ഒരു റേഞ്ചിൽ നമ്മൾ എക്സൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂവിന്റെ മാർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. ഇന്റർവ്യൂ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതുപോലെ തന്നെ അക്കാഡമിക് ഗ്രേഡിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു, ഈ ബിടെക് എന്ന് പറയുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ അറ്റൈൻ ചെയ്തവരാണ്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ഗ്രേഡ് ഉള്ളത് അതിനി നമുക്ക് ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. അത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ, എത്ര പെർസെന്റേജ് ഉണ്ടോ അതിന്റെ 30ലേക്ക് കൺവേർട്ട് ചെയ്താൽ എത്രയാണോ വരുന്നത് അത് ഫിക്സഡ് ആണ്. ഇനി അതിനകത്ത് യാതൊരുവിധ വ്യത്യാസവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് OMR എക്സാമിനേഷൻ, ഇന്റർവ്യൂ. അതുപോലെ തന്നെ ഈ വെയിറ്റേജിലും നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഉണ്ടെങ്കിൽ PhDക്ക് ഒരു വെയിറ്റേജ് ഉണ്ട്. അഡീഷണൽ മാർക്ക് കിട്ടും, 4ഓ 5ഓ അങ്ങനെ മാർക്ക് കിട്ടും. അതുപോലെ തന്നെ സ്പോർട്സ് അങ്ങനെയുള്ള അതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെയിറ്റേജ് കിട്ടും. ഓക്കെ, അപ്പൊ ആ വെയിറ്റേജ് ഉള്ള ആളുകൾ വളരെ നമ്പർ കുറവായിരിക്കും അല്ലെ. ആ വെയിറ്റേജ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതും നമ്മളുടെ കയ്യിലല്ല. ഇനി നമ്മളുടെ കയ്യിലുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ OMR എക്സാമിനേഷനും ഇന്റർവ്യൂവും മാത്രമുള്ളതാണ്. അതില് ഏറ്റവും നന്നായിട്ട് നമ്മൾ OMR പരീക്ഷ എഴുതുകയാണെങ്കിൽ, നമ്മളുടെ ടെസ്റ്റ് എഴുതുകയാണെങ്കിൽ, നല്ല മാർക്ക് നമ്മൾ സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്താണ് നമ്മളുടെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉയർന്ന പൊസിഷനിൽ തന്നെ നമുക്ക് വരാനായിട്ട് സാധിക്കും. അപ്പൊ സെലക്ഷൻ പ്രോസസ്സ്, PSCയുടെ സെലക്ഷൻ പ്രോസസ്സ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഇത് ടീച്ചിങ് പോസ്റ്റ് ആയത് കാരണം തന്നെ അതിന്റെ അക്കാഡമിക് ഗ്രേഡ് എന്ന് പറയുന്നത് എല്ലാ PSC എക്സാമിനേഷനും ഇത് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ടീച്ചിങ് പോസ്റ്റുകൾക്കൊക്കെ ഈ അക്കാഡമിക് ഗ്രേഡ് കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പൊ അത് 30 മാർക്കിലാണ് കൊടുക്കുക. ഇനി നമ്മളുടെ ഈ ജോബ് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷൻ നമുക്കറിയാം ലെക്ചറർ ആണ്. ലെക്ചറർ എന്ന് പറഞ്ഞാൽ ടീച്ചിങ് പൊസിഷൻ ആണ് അല്ലെ. ടീച്ചിങ് പൊസിഷൻ ആണ് നമ്മളുടെ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ. ലെക്ചറർ ഇൻ പോളിടെക്നിക് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് നമുക്ക് നമ്മളെ പോസ്റ്റ് ചെയ്യാം. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 46ഓളം പോളിടെക്നിക് കോളേജുകളാണ് ഉള്ളത് ഗവൺമെന്റില്. അതില് ഇലക്ട്രോണിക്സ് ട്രേഡ് ഉള്ള ഒരുവിധം പൊളികളിലൊക്കെ ഉണ്ട്, വളരെ കുറഞ്ഞ പൊളികളിൽ ഇല്ലാത്തയുള്ളൂ എന്ന് പറയും. അപ്പൊ അതിലേതെങ്കിലും ഒരു പോളിടെക്നിക് കോളേജിൽ നമ്മളെ ലെക്ചറർ ആയിട്ടാണ്, ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചറർ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുക അല്ലെ. അപ്പം നമ്മൾ ഒരു ടീച്ചിങ് പ്രൊഫഷനാണിത്. ടീച്ചിങ് പ്രൊഫഷൻ നമുക്ക് കോമൺ ആയിട്ട് നമുക്കറിയാം അല്ലെ. ടീച്ചിങ് പ്രൊഫഷന് നമ്മൾ ഏബിൾ ആവണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ എന്താണ് നമ്മൾ ഒരു ഡിഗ്രി എടുത്തു, അതിനുശേഷം അതിന്റെ PG ചെയ്തു, അതിനുശേഷം നമുക്ക് എന്ത് വേണം, ഒരു ടീച്ചിങ് പോസ്റ്റിലേക്ക് നമ്മൾ സാധാരണ സ്കൂളിലേക്കോ ഹയർ സെക്കൻഡറിയിലേക്കോ ഒക്കെ അല്ലെങ്കിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലേക്കോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം സ്കൂളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രി വേണം, ആ ബന്ധപ്പെട്ട സബ്ജക്റ്റുകളുടെ ഡിഗ്രി വേണം, പിന്നെ അതിന്റെ PG ഉണ്ടെങ്കിൽ PG വേണം, പിന്നെ ബി എഡ് വേണം, പിന്നെ അതിന് സെറ്റ് ഹയർ സെക്കൻഡറിയിലൊക്കെ ആണെങ്കിൽ സെറ്റ് അല്ലെങ്കിൽ കേട്ടറ്റോ അങ്ങനെയുള്ള പരീക്ഷകളൊക്കെ നമ്മൾ പാസ്സായിട്ടുണ്ടായിരിക്കും അല്ലെ. ടീച്ചർ അതായത് ടീച്ചിങ് പോസ്റ്റിലേക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഈ ബി.എഡ്, അതുപോലെ തന്നെ കേട്ടറ്റ്, സെറ്റ് എക്സാമിനേഷൻ ഒക്കെ. അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നമ്മൾ ടീച്ചിങ് പോസ്റ്റിലേക്ക് നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയും നമുക്ക് എന്ത് വേണം, നമുക്കൊരു നെറ്റ് പരീക്ഷ ക്വാളിഫൈഡ് ആവണം. ബി.എഡ് അവിടെ ബി.എഡ് വേണമെന്നൊന്നുമില്ല അല്ലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. അപ്പൊ പൊതുവെ നമ്മൾ ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടാവും. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റില് പോളിടെക്നിക് കോളേജുകളിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലെ ITI ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റുകളിലേക്കോ, അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് കോളേജസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് നമ്മൾ ടീച്ചിങ് പ്രൊഫഷന് നമ്മൾ
കേരള PSC കോൾ ഫോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ BEdോ കേട്ടോ സെറ്റോ നെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല അല്ലെ. നമുക്ക് ഒരു പ്രൊഫഷണൽ ഡിഗ്രി BTech ഡിഗ്രി പിന്നെ അതിന്റെ PG MTech ആണെങ്കിൽ MTech PhD ആണെങ്കിൽ ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസറിന് പോകുമ്പോൾ നമുക്ക് MTech ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ പ്ലസ് PhD ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ വെയിറ്റേജ് ഒക്കെ ഉണ്ട്. പക്ഷെ പോളിടെക്നിക് ലെക്ചറർ ആണെങ്കിലും ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്ക് BTech ആണ് വരുന്നത്. പിന്നെ MTechന് നമുക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ഒന്നുമില്ല, PhD ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ BEdോ കേട്ടോ അങ്ങനെയുള്ള പരീക്ഷകളൊന്നും എഴുതാതെ തന്നെ നമുക്കും എന്ത് ചെയ്യാം, ടീച്ചിങ് പോസ്റ്റിലേക്ക് വരാം അല്ലെ. BTech പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ആളുകൾക്കൊക്കെ ടീച്ചിങ് പോസ്റ്റിലേക്ക് വരാൻ പറ്റുന്ന ഒരു വഴി മാത്രമേ ഉള്ളത് അല്ലെ. ഇനി ഈ ഒരു ജോബിന്റെ സുഖം അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇത് നമുക്ക് നമ്മളുടെ വർക്കും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫും ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു ജോബാണ് അല്ലെ. നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ് അല്ലെ. ഒരു 9 to 4 ആണെങ്കിൽ 9 to 4 എന്ന് പറയുന്ന ആ ഒരു വർക്കിംഗ് അവേഴ്സ് മാത്രമാണ് നമ്മൾ ജോബ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലെ. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ നോളജും നമ്മൾ കുട്ടികളെ ടീച്ച് ചെയ്യുന്ന ആ ഒരു ഇതാണ് അല്ലെ. അപ്പൊ നമ്മളുടെ അറിവും നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ കാരിയറും നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അത്രയും തന്നെ ഇമ്പോർട്ടൻസ് നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിന് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് വെക്കേഷൻ അവൈൽ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മൺഡേ ടു ഫ്രൈഡേ മാത്രമായിരിക്കും നമുക്ക് വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവുക, സാറ്റർഡേ സൺഡേ ഓഫ് ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മളുടെ പേഴ്സണൽ പേഴ്സണൽ ലൈഫും അതേപോലെ തന്നെ നമ്മളുടെ വർക്ക് ലൈഫും ഒരേപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും സുവർണ്ണ അവസരമായിട്ടുള്ള ഒരു ജോബാണ് ഈ ഒരു ലെക്ചറർ, പോളിടെക്നിക്കുകളിലുള്ള ലെക്ചറർ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ അതിന്റെ നമുക്ക് വരുന്ന മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഹൈലി പെയ്ഡ് ആയിട്ട് തന്നെയുള്ള ഹൈലി സാലറീഡ് ആയിട്ട് തന്നെയുള്ള ഒരു പ്രൊഫഷനാണ് നമുക്ക് ഈ ഒരു ലെക്ചറർ. അപ്പൊ നമുക്ക് നമ്മളുടെ ജീവിതവും നല്ല രീതിയിൽ നമുക്ക് സെറ്റിൽ ആവാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടീച്ചർ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്കൊരു റെസ്പെക്റ്റും റെക്കഗ്നിഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് അങ്ങനെയും കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു ജോബിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഈ ഒരു BTech ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ള ഏതൊരു കാൻഡിഡേറ്റും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഈ ലെക്ചറർ ഇൻ പോളിടെക്നിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. പോളിടെക്നിക്കുകളിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ലെക്ചറർ ആണ് നമ്മളുടെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ സ്കെയിൽ ഓഫ് പേ ഇങ്ങനെയാണ് പേ ബാൻഡ് എന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അല്ലെ. നമുക്ക് ഒരു ഏകദേശം 56 to 60 അതിന്റെ ഇടയിലുള്ള ഒരു ഫിഗർ ആണ് നമുക്ക് ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ജോബിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത്. അപ്പം 2 വയസ്സ് നോക്കുകയാണെങ്കിലും സാലറി വൈസ് നോക്കുകയാണെങ്കിലും ജോബ് സാറ്റിസ്ഫാക്ഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്കിത് വളരെ നല്ലൊരു പോസ്റ്റാണ്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ നല്ല അടുക്കും ചുറ്റോടും കൂടി നമ്മൾ ഇതിനകത്ത് ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജോബ് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി ഇതാണ് അതിന്റെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുകയാണെങ്കിൽ BTech ക്വാളിഫിക്കേഷൻ ആണ്. ഞാൻ ക്വാളിഫിക്കേഷനിൽ എന്തൊക്കെയാണ് പ്രയോറിറ്റി പറയണതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സിലോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ BTech ഡിഗ്രി ഉള്ള ഒരു കാൻഡിഡേറ്റിന് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ കാറ്റഗറി നമ്പർ ഇതായിരുന്നില്ല കേട്ടോ, ഇത് 19/2019. ഓക്കെ, ഇനി ഈ എക്സാമിനേഷൻ എന്നാണ് കണ്ടക്ട് ചെയ്തത്, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ 19 കോൾ ഫോർ ചെയ്തെങ്കിലും പരീക്ഷ കണ്ടക്ട് ചെയ്തത് 5/1/2021 പരീക്ഷ കണ്ടക്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഈ 19 കാലഘട്ടത്തിലൊന്നും PSC അത്ര ആക്യുറേറ്റ് ആയിട്ടല്ല ഒരു പരീക്ഷ കോൾ ഫോർ ചെയ്തതിന് ശേഷം ഇപ്പൊ നോക്കിയേ 19 കഴിഞ്ഞിട്ട് 2021 അല്ലെ, ഏകദേശം ഒരു 2 വർഷം 1.5 വർഷം കഴിഞ്ഞ് 2 വർഷം ആവാറായപ്പോഴാണ് ഈ ഒരു പരീക്ഷ PSC കണ്ടക്ട് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഒരു കലണ്ടർ ഇയറിൽ വിളിക്കുന്ന പരീക്ഷകളൊക്കെ ആ ഒരു ഇയറിൽ തന്നെ തീർക്കാനായിട്ട് PSC ശ്രമിക്കാറുണ്ട്.
അപ്പൊ നിങ്ങൾ ആ ഒരു അത്രയും സമയം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പരീക്ഷയ്ക്ക് കോൾ ഫോർ ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. എന്നാലേ ഉള്ളൂ നമുക്കൊരു 1.5 ഇയേഴ്സ് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് വരെയൊക്കെ കിട്ടുള്ളൂ. ഇനി കുറച്ച് നേരത്തെ പരീക്ഷ കമൻസ് ആയാൽ പോലും നമുക്ക് ഒരു വർഷമെങ്കിലും നമുക്ക് പഠിക്കാൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ അല്ല, ഇത് 19 കോൾ ഫോർ ചെയ്തു. 10/4/2019 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് കേട്ടോ. 10/4/2019. അത് തൊട്ട് 15/5/2019 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. കാറ്റഗറി നമ്പർ ഞാൻ പറഞ്ഞു 19/2019 ആണെന്ന് പറഞ്ഞു. എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് 5/1/2021. ഏകദേശം 2 വർഷം ആവാറായപ്പോഴാണ് കണ്ടക്ട് ചെയ്തത്. എന്നിട്ട് അതില് ഷോർട്ട് ലിസ്റ്റ് വന്നത് എന്താണെന്നറിയോ? 30/9/2021. 30/9/2021. അപ്പൊ പരീക്ഷ കണ്ടക്ട് ചെയ്ത് ഏകദേശം 8 മാസം കഴിഞ്ഞപ്പോഴേക്കും 8-9 മാസം ആവാറായപ്പോഴാണ് നമുക്ക് ഈ ഒരു പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നത്. അപ്പൊ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് കട്ട് ഓഫ് മാർക്ക് ഇറക്കിയത്. അപ്പൊ എത്രയായിരുന്നു കട്ട് ഓഫ് മാർക്ക്? 46.67. 100-ലാണ് പരീക്ഷ കണ്ടക്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 46.67 മാർക്കിന്റെ എബവ് ഉള്ള ആളുകളൊക്കെ മെയിൻ ലിസ്റ്റിലാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു 216ഓളം ആളുകളാണ് ലിസ്റ്റിലുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറ്റൻഡഡ് 20,539 ആളുകളാണ്. അതിൽ 216ഓളം ആളുകളെയാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്, ഇൻക്ലൂഡിങ് സപ്ലിമെന്ററി ലിസ്റ്റ്. ഓക്കെ, ഇനി അതിനുശേഷം റാങ്ക് ലിസ്റ്റ് വന്നു. റാങ്ക് ലിസ്റ്റ് വന്നത് എന്താണെന്നോ? 11/10/2022. 11/10/2022. അപ്പൊ റാങ്ക് ലിസ്റ്റ് വരാൻ ഏകദേശം ഒരു വർഷം മിച്ചം എടുത്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് വരാനായിട്ട്. ഓക്കെ, 11/10/2022 നമ്മളുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ളത്. ഇനി റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുത്തു തുടങ്ങി. അപ്പോയിന്റ്മെന്റ് ആ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്കാണ് 67.33. 67.33. അപ്പൊ ഡിഫറൻസ് ഒന്ന് നോക്കി നോക്കൂ. ഏറ്റവും കുറവ് കിട്ടിയ മെയിൻ ലിസ്റ്റിൽ ഏറ്റവും കുറവ് കിട്ടിയത് 46.67. അതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. 67.33 ആണ് ഹയസ്റ്റ് മാർക്ക്. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 മാർക്സ് ആണ് അല്ലെ? അപ്പൊ 20 മാർക്കാണ് ഏറ്റവും ഹയസ്റ്റ് മാർക്കും ലോവസ്റ്റ് മാർക്കും മെയിൻ ലിസ്റ്റിൽ തമ്മിലുള്ള ഡിഫറൻസ്. പക്ഷെ ഇപ്പോഴത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത്രയും ഒരു ഡിഫറൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കരുത്. കാരണം നമുക്ക് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു പരീക്ഷയ്ക്ക് 12 വേക്കൻസിക്കായിരുന്നു പോസ്റ്റ് നോട്ടിഫൈ വിളിച്ചിരുന്നതെങ്കിൽ 95 അഡ്വൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അഡ്വൈസ് 95. അപ്പൊ അത്രത്തോളം വേക്കൻസി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അതായത് 19 വിളിച്ച് പരീക്ഷ 21 ആണ് കണ്ടക്ട് ചെയ്തത്. 2021 കണ്ടക്ട് ചെയ്തത്. അപ്പൊ ആ 2 വർഷ കാലയളവിൽ വന്നിട്ടുള്ള വേക്കൻസിയും കൂടി ഇതിലേക്ക് വന്നു. അപ്പൊ ആ 2 വർഷക്കാലത്തിൽ നല്ല രീതിയിലുള്ള വേക്കൻസി ഉണ്ടായിരുന്നു. ഏകദേശം 75ഓളം വേക്കൻസികൾ ആ ഒരു സമയത്ത് തന്നെ മൊത്തത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കൂടുതൽ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കട്ട് ഓഫ് കുറച്ച് കുറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഒരു ഡിഫറൻസ് ഇവിടെ വന്നത്. അപ്പൊ ഇനിയുള്ള ഒരു പരീക്ഷ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ 46ഓളം കോളേജുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 5-8 കോളേജുകളിൽ ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം നമുക്കൊരു എബവ് 35 to 40 അത്രയും നമ്പേഴ്സ് ഓരോ കോളേജിൽ ഓരോ പോസ്റ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ മിനിമം നമുക്കൊരു 35 to 40 വേക്കൻസി എങ്കിലും നമ്മൾ വരുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഇപ്പൊ റിട്ടയർമെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാലും 35 to 40 എന്ന് പറയുന്നതൊന്നും അത്ര ഒരു ചെറിയൊരു നമ്പർ ഒന്നും അല്ല. നമുക്ക് ആ ഒരു അത്രയും വേക്കൻസികൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ജോബ് കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പ്രീവിയസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും റാങ്ക് ലിസ്റ്റിന്റെയും ഷോർട്ട് ലിസ്റ്റിന്റെയും മാർക്കുകളുടെയും ഒക്കെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഫസ്റ്റ് അഡ്വൈസ് പോയത് നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നത് 11/10/2022 നമ്മൾ തൊട്ടടുത്ത മാസം തന്നെ 9/11/2021 22
22-ല് ആദ്യത്തെ അഡ്വൈസ് പോയി. 75 ആളുകൾക്ക് ഒറ്റയടിക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. ഈ 9/11/2027-ന് 22 ആയപ്പോഴേക്കും 75 ആളിന് ഒരൊറ്റ ഒരു അഡ്വൈസ്, അത്രയും ആ അഡ്വൈസിൽ 75 കാൻഡിഡേറ്റ്സിന് അഡ്വൈസ് കൊടുത്തു. ഓക്കെ. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് റീസെന്റ് ആയിട്ട് ലാസ്റ്റ് അഡ്വൈസ് പോയത് 24/8/2024-ലാണ്. 24/8/2024. അത് 74-ാമത്തെ റാങ്ക് കിട്ടിയ ആളിനാണ്. 74-ാമത്തെ റാങ്ക് കിട്ടിയ ആളിനാണ് ഈ ലാസ്റ്റ് അഡ്വൈസ് പോയത്. അപ്പൊ നമുക്ക് നോക്കി നോക്കൂ, എത്രയാ 1 മുതൽ 74 വരെയുള്ള. ഇനി അതിന് താഴേക്ക് പിന്നെ എന്തുണ്ട്, നമ്മളുടെ ഈ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾ 74 കഴിഞ്ഞിട്ടുള്ള ആളുകളും കയറിയിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ അതിന്റെ അഡ്വൈസ് എന്റെ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്, അന്നേരം നിങ്ങൾക്ക് അത് കണ്ടാലായിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പം ഇപ്പൊ ഓപ്പൺ കാറ്റഗറിയിൽ പോയിട്ടുള്ളത് ഈ 74-ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് റിസർവേഷൻ കാറ്റഗറിയിലാണ് പോയിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് പോയ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 48.63 മാർക്കാണ്. അപ്പം 67 മുതൽ 48.63 വരെയുള്ള കുട്ടികൾക്ക് അപ്പോയിന്റ്മെന്റ് പോയിട്ടുണ്ട്. ഓക്കെ, അഡ്വൈസ് പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളുടെ കഴിഞ്ഞ പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഒക്കെ. ഓക്കെ, റാങ്ക് ലിസ്റ്റും അഡ്വൈസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ടേബിളിൽ നമ്മൾ. ഇപ്പൊ നിങ്ങൾക്ക് ഈ ടേബിൾ കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ അഡ്വൈസ് ഞാൻ പറഞ്ഞല്ലോ, അഡ്വൈസിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടെന്ന്. മൊത്തം 95 ആളുകൾക്കാണ് നമുക്ക് അഡ്വൈസ് പോയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇതില് പിന്നെ ഓരോ കാറ്റഗറി വൈസിലും എത്ര റാങ്കുകളാണ് ലാസ്റ്റ് പോയത്. ഞാൻ 74 പറഞ്ഞില്ല. അപ്പൊ അത് ഒരു ഈഴവ കാറ്റഗറിയിലുള്ള ആളിനാണ് ഈ ഒരു അഡ്വൈസ് പോയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ എത്ര നമ്പർ പോയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഇതിനകത്ത് മൊത്തമായിട്ട്. അപ്പൊ ഈ ഓരോ കാറ്റഗറിയിലും നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്നുള്ളതിനനുസരിച്ചിട്ട് അതിനകത്ത് നോക്കിയാൽ നിങ്ങളുടെ എത്ര റാങ്ക് ആണ് ഈ ഒരു ഇതിൽ പോയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ടോട്ടൽ 95 വേക്കൻസികളാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്, അഡ്വൈസുകളാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെ, ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയൊക്കെ കണ്ടു, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമ്മൾ ഈ ഒരു പരീക്ഷ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അതിന് നമ്മൾ എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ പോവുകയാണെന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റുകൾ എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് വരിക, എന്തൊക്കെയായിരിക്കും പഠിക്കേണ്ടി വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഈ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ പരീക്ഷയുടെ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതില് നമുക്ക് 2 മോഡ്യൂൾ ആയിരുന്നു അന്ന് സിലബസ് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ മോഡ്യൂൾ 1-ല് ഫസ്റ്റ് മോഡ്യൂളില് നമുക്ക് ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സുകളാണ്, ബേസിക് പേപ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഇത്തവണയും എക്സ്പെക്ട് ചെയ്യുന്നു ബേസിക് പേപ്പേഴ്സ് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ടെക്നിക്കൽ മാത്തമാറ്റിക്സ് നമ്മൾ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെ, നമ്മളെല്ലാ ട്രേഡുകാരും ഇപ്പൊ ഇലക്ട്രോണിക്സ് പഠിച്ച ആളും ഇലക്ട്രിക്കൽ പഠിച്ച ആളും കമ്പ്യൂട്ടർ പഠിച്ച ആളും എല്ലാവരും എന്ത് പഠിക്കുന്നുണ്ട്, ഫസ്റ്റ് ഇയറിൽ എല്ലാ എഞ്ചിനീയറിംഗ്സിന്റെയും ബേസിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ പരീക്ഷയ്ക്കും പോളിടെക്നിക്, കാരണം ഒരു പോളിയിൽ പഠിക്കാൻ വരുന്ന ഒരു സ്റ്റുഡന്റ് ഫസ്റ്റ് ഇയറിൽ ഇതാണ് പഠിക്കുന്നത്, ബേസിക്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ ഒരു എക്സാമിനേഷനും നമ്മള് സിലബസിൽ PSC ഇത്രയും പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബേസിക് സബ്ജക്ട്സുകൾ മാത്തമാറ്റിക്സ് ഉണ്ട്, സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്. ഓക്കെ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് ഇതിനകത്ത് ഇല്ലാത്തതുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ സിലബസിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ. ബാക്കിയെല്ലാം തന്നെ കോമൺ ആയിട്ട് വരുന്ന എല്ലാ ബേസിക് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ പർട്ടിക്കുലർ ടോപ്പിക്സുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും സിലബസിൽ. അത്രയും പോർഷൻസ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരില്ല ഈ ബേസിക് സബ്ജക്റ്റുകളിൽ. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെ മൊഡ്യൂൾ പഠിക്കാനുണ്ട്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ കോർ സബ്ജക്ട് അല്ലെ, അത് നേരത്തെ പറഞ്ഞത് ബേസിക് സബ്ജക്ട്സ് ആണ്. ഇനി കോർ സബ്ജക്ട്സിൽ
കോർ പേപ്പേഴ്സിൽ നമുക്ക് എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ സിലബസ് വെച്ചിട്ടാണ് കേട്ടോ തന്നിരിക്കുന്നത്. 5 സബ്ജക്ട്സുകളാണ്. 5 സബ്ജക്ട് എന്ന് പറഞ്ഞാൽ 5ആയിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിരുന്നത്. അതിൽ ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇപ്പൊ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ബേസിക് ഇലക്ട്രോണിക്സ് ഉണ്ടാകും, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സുകൾ ഉണ്ടാകും, അതുപോലെ തന്നെ അതില് ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ടാവും. നമ്മൾ മൂന്നാമത്തെയും നാലാമത്തെയും ചിലപ്പോൾ 5ാമത്തെ സെമസ്റ്ററുകളിലൊക്കെ പഠിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഏരിയ ആണിത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൽ തന്നെ 2ാമത്തെ മൊഡ്യൂളില് അടുത്ത ഒരു ടോപ്പിക്കാണ് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. നമ്മളുടെ LIC എന്ന് പറയുന്ന സബ്ജക്റ്റുകളും, അതുപോലെ തന്നെ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സ്, നമ്മളുടെ മൾട്ടി വൈബ്രേറ്റേഴ്സ് ഉണ്ടാകും, സ്റ്റേബിൾ, മോണോ സ്റ്റേബിൾ, ബയസ്റ്റേബിൾ. അപ്പൊ അത് നോർമൽ പാസീവ് കമ്പോണൻസ് വെച്ചിട്ടുള്ളതും നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഓപ്പറേഷണൽ ആംപ്ലിഫയേഴ്സ് വെച്ചിട്ടുള്ള സർക്യൂട്ട്സുകളും അതിനകത്ത് പഠിക്കാനായിട്ടുണ്ടാകും. അപ്പൊ LICയും വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സുമാണ് ഇതിലെ 2ാമത്തെ കോർ സബ്ജക്ട് എന്ന് പറയുന്നത്. ഇനി 3ാമത്തേത് നമുക്ക് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോ പ്രോസസർ ഉണ്ട്, മൈക്രോ കൺട്രോളർ ഉണ്ട്, അതിന്റെ കൂടെ മെമ്മറീസ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ ADC, DAC അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. സിലബസ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഓരോ സബ്ജക്റ്റുകളിലും എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതാണ് 3ാമത്തെ കോർ പേപ്പർ. ഇനി 4ാമത്തെ കോർ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അപ്പൊ അതിൽ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം ഉണ്ടാകും, കുറച്ച് DSP ഉണ്ടാകും, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഉണ്ടാകും, പിന്നെ നമ്മളുടെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും, കുറച്ച് ഫൈബർ ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും, സാറ്റലൈറ്റ് ഉണ്ടാകും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോർ പേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. ലാസ്റ്റ് കോർ സബ്ജക്ട് നമുക്ക് പവർ ഇലക്ട്രോണിക്സ്, പിന്നെ ഓട്ടോ ഇലക്ട്രോണിക്സ്, പിന്നെ PLC പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ മെഷറിംഗ് എക്യുപ്മെന്റ്സ്, മെഷറിംഗ് ഡിവൈസസ്, നമ്മളുടെ ഇൻസ്ട്രുമെന്റ്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിനെ പറ്റിയിട്ടൊക്കെ നോക്കാൻ. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോർ പേപ്പറാണ്. അപ്പൊ കഴിഞ്ഞ തവണ സിലബസിൽ ഇത്രയും കോർ പേപ്പേഴ്സ് ആണ് നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. അപ്പൊ അതിൽ തന്നെ ഈ ബേസിക് സബ്ജക്റ്റുകളിലെല്ലാം കൂടെ ഇൻക്ലൂഡിങ് ടെക്നിക്കൽ മാത്തമാറ്റിക്സ്, ഇതിന് 30 മാർക്കും 100ൽ 30 മാർക്കും, അതുപോലെ തന്നെ കോർ സബ്ജക്ട്സുകൾക്ക് 100ൽ 70 മാർക്കും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ 30, 70 ആയിട്ടായിരുന്നു അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ നമ്മള് ഇപ്പൊ ടച്ച് ഉള്ളത് കോർ സബ്ജക്റ്റുമായിട്ടായിരിക്കും. ബേസിക് ആയിട്ട് നമുക്ക് അത്ര ടച്ച് ഉണ്ടാവില്ല. പക്ഷെ ഇത്രയും മാർക്ക് ഇതിനുള്ളത് കാരണം തന്നെ റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ ആയിട്ട് നമുക്ക് ഈ ഒരു ബേസിക് സബ്ജക്റ്റിനെ പറയാനായിട്ട് പറ്റും. അപ്പൊ ഈ ബേസിക് സബ്ജക്ട് നമ്മൾ പഠിക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ടെസ്റ്റിൽ എക്സൽ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം. ഇത് റാങ്ക് ഡിസൈഡിങ് ആയിട്ടുള്ള സബ്ജക്ട്സുകൾ തന്നെയാണ്. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ ഇത് പഠിക്കുക തന്നെ വേണം. ഓക്കെ, പിന്നെ നമ്മൾ ഡീറ്റെയിൽഡ് സിലബസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിൽ നമുക്ക് ഇത്രയും 8ഓളം സബ് ഡിവിഷൻസ് ആണുള്ളത്. അപ്പൊ മെട്രിസസ് നമുക്ക് നോക്കാനുണ്ടാകും. അതില് മെട്രിസസിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഡിറ്റർമിനന്റ് എന്താണ്, അഡ്ജോയിന്റ്, ഇൻവേഴ്സ്, കോഫാക്ടർ, അങ്ങനെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് നോക്കാനുണ്ട്. പിന്നെ ഡിറ്റർമിനൻസ് 2ാമത്തത്, ഓരോ ഓർഡർ, സെക്കൻഡ് ഓർഡറിന്റെയും തേർഡ് ഓർഡറിന്റെയും ഡിറ്റർമിനന്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ക്രാമേഴ്സ് റൂള്, അങ്ങനെയൊക്കെയുള്ളതാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. 3ാമത്തത് നമ്മൾ ബൈനോമിയൽ സീരീസ് ആണ്, എക്സ്പാൻഷൻസ് ആണ് നമുക്ക് അതിനകത്ത് നോക്കാനുള്ളത്. 4ാമത്തത് നമുക്ക് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ്, അല്ലെ, സൈൻ, കൊസൈൻ, അങ്ങനെയുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് നമുക്ക് 4ാമത്തെ മൊഡ്യൂളിലുള്ളത്. കോർഡിനേറ്റ് ജോമെട്രി ആണ് 5ാമത്തെ മൊഡ്യൂളിലുള്ളത്. 6ാമത്തെ മൊഡ്യൂളിൽ ഡിഫറൻസിയേഷൻ ആണ്, ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ് ഫംഗ്ഷൻസ്, അതുപോലെ ടാൻജൻസ്, നോർമൽസ്, മാക്സിമ, മിനിമ, ഇതൊക്കെ. ഓക്കെ, ഇനി അടുത്തത് 7th മൊഡ്യൂളിൽ ഇന്റഗ്രേഷൻ. അപ്പൊ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, പിന്നെ അപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രേഷൻ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഈ ലാസ്റ്റത്തെ മൂന്ന് മൊഡ്യൂൾസ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻസ് ഏകദേശം ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്നതാണ്. കോർഡിനേറ്റ് ജോമെട്രി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കണം. ബാക്കിയുള്ളതെല്ലാം മെട്രിസസും ഡിറ്റർമിനൻസും നമുക്ക് ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 3 ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ. അപ്പൊ ഇതിന് മിക്കവാറും സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മാത്തമാറ്റിക്സിൽ നിന്ന് മൊത്തമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതിൽ 4 ടോപ്പിക്കുകളാണുള്ളത്.
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ്, ബ്രിക്ക്, സിമന്റ്, അഗ്രിഗേറ്റ്, അങ്ങനെയുള്ള ഡിഫറെന്റ് മെറ്റീരിയൽസിനെ പറ്റിയിട്ടാണ്. സ്റ്റീല്. ഇനി അടുത്തത് കൺസ്ട്രക്ഷൻ ആണ്. പാർട്സ് ഓഫ് എ ബിൽഡിംഗ്, അതില് ഫൗണ്ടേഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ മേസണറി, അതിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മേസണറി ഉണ്ട്. റബിൾ മേസണറി, അതുപോലെ തന്നെ ബ്രിക്ക് മേസണറി, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ട്, ഇംഗ്ലീഷ് ഫ്ലെമിഷ് ബോണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൺസ്ട്രക്ഷനിൽ നോക്കാനുള്ളത്. പിന്നെ സർവേയിങ് ആണ്. ചെയിൻ സർവേയിങ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സർവേയിങ് എന്ന് പറയുന്നത്. പിന്നെ ലെവലിംഗ്, സർവേയിങ് ലെവലിംഗും ഉണ്ട്. അപ്പൊ ഇത്രയാണ് ബേസിക് സിവിലിലുള്ളത്. 5 മാർക്കാണ് നമുക്ക് സിവിലിന്റെ പോർഷനിൽ നമുക്ക് ഉണ്ടാകും. അടുത്തത് നമ്മൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 2 ടോപ്പിക്കാണ്, IC എഞ്ചിനും അതുപോലെ തന്നെ പവർ പ്ലാന്റ്സും. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് സിലബസിൽ, കഴിഞ്ഞ തവണത്തെ സിലബസിൽ തന്നിട്ടുള്ളത്. 5 മാർക്കാണ് നമുക്ക് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നും പഠിക്കാനായിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഇനി ഇലക്ട്രിക്കലിൽ വന്നിട്ട് നമുക്ക് ബേസിക്സ്, ഇലക്ട്രിക്കലിന്റെ ബേസിക്സ് ഉണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്താണ്, വോൾട്ടേജ് എന്താണ്, പവർ എന്താണ്, EMF എന്താണ്, അതൊക്കെ അതിന്റെയൊക്കെ ഇക്വേഷൻസ് ആയിട്ട് ബേസിക് കാര്യങ്ങൾ. പിന്നെ കുറച്ച് മാഗ്നറ്റിസംസ് പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്, പാരലൽ കണക്ഷന്, സീരീസ് കണക്ഷന്, അതിന്റെ സിമ്പിൾ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ലൈക്ക് റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ്, ഇൻഡക്ടൻസ്, അതൊക്കെ അതിലൊക്കെ AC അപ്ലൈ ചെയ്താൽ അത് ഇൻഡിവിജ്വൽ ആയിട്ടും അതുപോലെ തന്നെ അതിന്റെ കോമ്പിനേഷൻസ് എടുത്തിട്ടും. പിന്നെ പവർ എന്താണ്, പവർ ഫാക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ 3ാമത്തെ സെഷനിലുള്ളത്. 4ാമത്തെ സെഷനിൽ എർത്തിങ്ങും അതുപോലെ തന്നെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, ഈ കാര്യം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇലക്ട്രിക്കലിൽ പഠിക്കാനുള്ളത്. ഇവിടെയും നമുക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ഇനി ഈ ഒരു പോർഷനിൽ നമുക്ക് ഇലക്ട്രോണിക്സിന്റെ ബേസിക്സ് ആണ്. ഇലക്ട്രോണിക്സിന്റെ ബേസിക്കിൽ ആദ്യം തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വിച്ചസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ്. ഓക്കെ, SPST, DPST, SPDT, DPDT, അങ്ങനത്തെ സ്വിച്ചസ്. ഓക്കെ, പിന്നെ സെൻസർ, റിലേസ്, അതൊക്കെ ഉണ്ടാവും. പിന്നെ മൈക്രോ കൺട്രോളേഴ്സ് ഉണ്ട്. 8-bit മൈക്രോ കൺട്രോളർ 8051ന്റെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ നോക്കാനായിട്ടുള്ളത്. പിന്നെ മൊബൈൽ ടെക്നോളജിയിൽ CDMA എന്താണ്, GSM, 2G 3G കമ്പയർ ചെയ്യാനായിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ് അതൊക്കെ. ഓക്കെ, പിന്നെ ഇൻവെർട്ടറും UPSും അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, ഫങ്ഷണൽ ബ്ലോക്ക് ഡയഗ്രാം വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ, ഓരോ ബ്ലോക്കിന്റെ ഫംഗ്ഷൻ എന്താണ്, ഇൻവെർട്ടറും UPSും തമ്മിലുള്ള കമ്പാരിസൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് UPS. പിന്നെ ലാസ്റ്റ് ഇ-വേസ്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യം. അപ്പൊ ഇത്രയും ബേസിക് ഇലക്ട്രോണിക്സ് ആണ്. ഇതിൽ നിന്ന് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് മോഡ്യൂൾ. ഇനി സെക്കൻഡ് മോഡ്യൂളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളുടെ കോർ സബ്ജക്ട്സ് ആണ്, അല്ലെ? 5 കോർ സബ്ജക്റ്റുകളാണ് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ളത് മോഡ്യൂൾ 2-ല്. അതിൽ ആദ്യത്തെയാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സിൽ നമ്മൾ ആദ്യം തന്നെ PN ജംഗ്ഷൻ ഡയോഡിലേക്കാണ് വരുന്നത്, അല്ലെ? സെമി കണ്ടക്ടർ ഡിവൈസിൽ, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസിൽ PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ട്. ടൈപ്സ് ഓഫ് ഡയോഡ് നമ്മൾ നോക്കാറുണ്ട്, സെനർ ഡയോഡ്, ടണൽ ഡയോഡ്. ഓക്കെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ അപ്ലിക്കേഷൻസ്, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അതിനുശേഷം ഡയോഡ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമ്മളുടെ ആക്റ്റീവ് ഡിവൈസ് വരുന്നത് NPN ആൻഡ് PNP ട്രാൻസിസ്റ്റർ ആണ്. ട്രാൻസിസ്റ്റർ BJT. ഓക്കെ, BJT. പിന്നെ അതുപോലെ തന്നെ FET വരും. ഓക്കെ, JFET, MOSFET, ഈ 2 N ചാനലും P ചാനലും. പിന്നെ ഡയോഡ് സർക്യൂട്ട്സ് ഉണ്ട്, റെക്ടിഫയർ, അല്ലെ? ഡയോഡ് വെച്ചിട്ട് നമ്മൾ റെക്ടിഫയർ സർക്യൂട്ട്സ് ആണ് ചെയ്യുക. അതിൽ ഹാഫ് വേവ്, ഫുൾ വേവ് റെക്ടിഫയേഴ്സ് ഉണ്ടാകും. പിന്നെ നമുക്ക് ഫിൽട്ടർ സെഷൻ, ഫിൽട്ടറിൽ നമ്മൾ LC ഫിൽട്ടറും അതുപോലെ തന്നെ ഇൻഡക്ഷൻ ഫിൽട്ടറും കപ്പാസിറ്റർ ഫിൽട്ടറും, പൈ ടൈപ്പും നമ്മൾ നോക്കാറുണ്ട്. പിന്നെ ടി ഫിൽട്ടറും. ഓക്കെ, അതിന്റെ അനാലിസിസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസിലേക്കാണ് വരുന്നത്. കോമൺ ബേസ്, കോമൺ എമിറ്റർ, കോമൺ ഫാക്ടർ കോൺഫിഗറേഷൻസ്, അതിന്റെ കാൽക്കുലേഷൻസ്. ഓക്കെ, വോൾട്ടേജ് ഗെയിന്, പിന്നെ കറണ്ട് ഗെയിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എന്താണ് ഹാർമോണിക് ഡിസ്ട്രോഷൻ, പിന്നെ അടുത്തത് നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ചിട്ട് നമ്മൾ പവർ ആംപ്ലിഫയർ സർക്യൂട്ട്സുകൾ ഉണ്ടാക്കുകയാണ്, ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. അതിൽ പവർ ആംപ്ലിഫയറിൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് T. പിന്നെ ക്ലാസ് AB, ക്ലാസ് S, പുഷ് പുൾ, കോംപ്ലിമെന്ററി ആംപ്ലിഫയേഴ്സ് ഉണ്ട്, അതിന്റെ അനാലിസിസ്. അപ്പൊ ഫസ്റ്റിൽ നമ്മൾ ഡയോഡ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയോഡ് സർക്യൂട്ട്, പിന്നെ ട്രാൻസിസ്റ്റർ, BJT, FET, അതിന്റെ കമ്പാരിസൺസ് കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ
ഫിൽട്ടേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷനും ആംപ്ലിഫയറും, പവർ ആംപ്ലിഫയർ. ഇനി അടുത്തതില് നമ്മള് ബയസിംഗ് മെത്തേഡ്സ് ഓഫ് ട്രാൻസിസ്റ്റർ ആണ്. അടുത്ത ബയസിംഗ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയസിംഗ് ഉണ്ട്. സെൽഫ് ബയാസ്, ഫിക്സഡ് ബയാസ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെന്റ് ബയാസിംഗ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് നമ്മൾ നോക്കണം. പിന്നെ അതിന്റെ AC അനാലിസിസും DC അനാലിസിസും ഉണ്ട്. ഓക്കെ, ബയസിംഗ് ചെയ്യുമ്പോൾ നമ്മൾ DC അനാലിസിസ് ചെയ്യും. പിന്നെ നമുക്ക് അതിനകത്ത് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് AC അനാലിസിസ്. അപ്പൊ DC അനാലിസിസിന്റെ DC ലോഡ് ലൈൻസ് ഉണ്ട്, AC അനാലിസിസ് വരുമ്പോൾ AC ലോഡ് ലൈൻ ഉണ്ട്, ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ട്, ഗെയിൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ട്, DBയിലുള്ള ഗെയിനിന്റെ എക്സ്പ്രഷൻസ് നമ്മൾ നോക്കാനുണ്ട്. പിന്നെ ട്രാൻസിസ്റ്ററിന്റെ ആപ്ലിക്കേഷൻസ്, അത് സ്വിച്ച്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് കറണ്ട് ഗെയിൻ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള ഡാർലിംഗ്ടൺ പെയർ, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്ലിംഗ് മെത്തേഡ്സ് ഉണ്ട് അല്ലെ, RC കപ്ലിംഗ്, പിന്നെ DC കപ്ലിംഗ്, ട്രാൻസിസ്റ്റർ കപ്ലിംഗ്, ഇതൊക്കെ. അതിനുശേഷം ആംപ്ലിഫയറിൽ ട്യൂൺഡ് ആംപ്ലിഫയർ, പിന്നെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. പിന്നെ സ്റ്റാഗ്ഡ് ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാസ്കേഡ് ആൻഡ് കാസ്കേഡും കാസ്കോഡും ആണ് കേട്ടോ. അത് ഇതില് വ്യത്യാസമാണ്. കാസ്കോഡ് ആംപ്ലിഫയേഴ്സിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ്, അതിന്റെ അനാലിസിസ്. പിന്നെ FET ആംപ്ലിഫയേഴ്സിൽ കോമൺ സോഴ്സും കോമൺ ഡ്രെയിൻ ആംപ്ലിഫയേഴ്സിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്. ഓക്കെ, ഇതൊക്കെ ഓരോ പേപ്പർ ആയിട്ട് നമ്മൾ ഓരോ സബ്ജക്റ്റുകൾ ഓരോ സെമസ്റ്ററുകളിൽ പഠിക്കുന്നതാണ് അല്ലെ. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഹെഡിങ്ങിന്റെ അടിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ FET BJT കമ്പാരിസൺ ഉണ്ട്. പിന്നെ ഫീഡ്ബാക്ക് ഉണ്ട്. നമുക്ക് 4 ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് വരും അല്ലെ. പിന്നെ അതിൽ കോമൺ ആയിട്ട് നമുക്ക് നെഗറ്റീവ്, പോസിറ്റീവ് എന്ന് പറയും, പോസിറ്റീവ് ഫീഡ്ബാക്കുകൾ പറയും. പിന്നെ അതിൽ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൽ നമുക്ക് 4 ടൈപ്പ് ഉണ്ട്. എങ്ങനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ കപ്പിൾ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യുന്നതെന്നനുസരിച്ചിട്ട് നമുക്ക് 4 ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് ഉണ്ട്. കറണ്ട് സീരീസ്, കറണ്ട് ഷണ്ട്, വോൾട്ടേജ് സീരീസ്, വോൾട്ടേജ് ഷണ്ട് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം പഠിക്കും. പിന്നെ ഓസിലേറ്റേഴ്സിൽ കണ്ടീഷൻ ഫോർ ഓസിലേഷൻസ് ഉണ്ട്, ബാർക്കോസൺ ക്രൈറ്റീരിയ. അതുപോലെ തന്നെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ഇതൊക്കെ നമുക്ക് ലോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ആണ്. പിന്നെ LC ഓസിലേറ്റേഴ്സിൽ ഹാർട്ട്ലി ഉണ്ട്, കോൾപിറ്റ്സ് ഓസിലേറ്റേഴ്സ് ഉണ്ട്. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ഓസിലേറ്റർ നമുക്ക് നോക്കാനുണ്ട്, ഇതിന്റെ എല്ലാ അനാലിസിസ്. പിന്നെ അതിനുശേഷം മൾട്ടി വൈബ്രേറ്റേഴ്സ് ആണ്, ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള മൾട്ടി വൈബ്രേറ്റേഴ്സ്, അസ്റ്റേബിള്, ബൈസ്റ്റേബിള്, മോണോസ്റ്റേബിള്. ഞാൻ അതിന്റെയൊക്കെ ടൈം പീരീഡിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ട്രിഗർ ചെയ്യുന്നതെന്ന്. പിന്നെ ഷ്മിറ്റ് ട്രിഗർ ഉണ്ട്, അതിൽ LTP, UTP, ലോവർ ട്രിഗറിംഗ് പോയിന്റും അപ്പർ ട്രിഗറിംഗ് പോയിന്റും എന്താണുള്ളത്. പിന്നെ അതിൽ ഹിസ്റ്ററിസിസ്, ഷ്മിറ്റ് ട്രിഗറിൽ ഹിസ്റ്ററിസിസ് എങ്ങനെയാണ്, പിന്നെ അതിന്റെ അപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത കോർ സബ്ജക്റ്റിൽ വരുന്ന രണ്ടാമത്തെ സബ്ജക്ട് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സും വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സും ആണ്. അപ്പൊ അതില് LIC-യിൽ നമ്മൾ ആദ്യം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഓപ്പാമ്പ് ആണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. അതിൽ ഒരു ഓപ്പാമ്പിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ആണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അതിന്റെ അനാലിസിസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള CMRR, പിന്നെ ഐഡിയൽ ഓപ്പാമ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, പിന്നെ ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്, ഓപ്പാമ്പിന്റെ ബ്ലോക്ക് ഡയഗ്രാം, സ്ലീവ് റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, പിന്നെ ഇൻപുട്ട് ഓഫ്സെറ്റ്, ഔട്ട്പുട്ട് ഓഫ്സെറ്റ്സ് എന്താണ് ഒരു വിർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ 741 ഓപ്പാമ്പിന്റെ ഇന്റേണൽ ഡയഗ്രവും കാര്യങ്ങളും ഒക്കെ നോക്കാനുണ്ട്. ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് ഓപ്പാമ്പിൽ എങ്ങനെയാണെന്ന്, അത് മറ്റേ നമ്മൾ പഠിക്കുന്നതാണ് ട്രാൻസിസ്റ്ററിൽ. അതേപോലെ തന്നെ ഒരു ഓപ്പാമ്പിന്റെ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ്, അതുപോലെ തന്നെ കോൺഫിഗറേഷൻസ്, ഓപ്പൺ ലൂപ്പ് കോൺഫിഗറേഷൻസും ക്ലോസ്ഡ് ലൂപ്പ് കോൺഫിഗറേഷനും ഉണ്ട്. പിന്നെ ലീനിയർ ഓപ്പാമ്പ് സർക്യൂട്ടുകൾ ഉണ്ട്, നമുക്ക് ഇൻവെർട്ടർ, പിന്നെ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ, സമ്മിങ് ആംപ്ലിഫയർ, പിന്നെ സബ്ട്രാക്ടീവ് ആംപ്ലിഫയർ, ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ, പിന്നെ പ്രിസിഷൻ റെക്ടിഫയേഴ്സ്, ഇതൊക്കെ നമുക്ക് ലീനിയർ ഓപ്പാമ്പിൽ വരുന്നതാണ്. ഇനി അതേപോലെ തന്നെ നോൺ ലീനിയർ ഓപ്പാമ്പ് സർക്യൂട്ട്സുകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്, ലൈക്ക് ലോഗ്, ആന്റി ലോഗ് ആംപ്ലിഫയർ, പിന്നെ ഷ്മിറ്റ് ട്രിഗർ, കമ്പറേറ്റർ, എസ്റ്റേബിൾ ആൻഡ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്. ഇതൊക്കെ ഓപ്പാമ്പ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ പഠിക്കേണ്ടത്. അതൊക്കെ നോൺ ലീനിയർ സർക്യൂട്ട്സിൽ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഫിൽട്ടേഴ്സ്, ഓപ്പാമ്പ് ഫിൽട്ടേഴ്സ്, ലോ പാസ്, ഹൈ പാസ്, ബാൻഡ് പാസ്, ബാൻഡ് സ്റ്റോപ്പ് ഫിൽട്ടേഴ്സ് ഒക്കെ, അതുപോലെ യൂണിവേഴ്സൽ ഫിൽട്ടർ. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ ബട്ടർവർത്ത് ഫിൽട്ടറും ഷെബിഷേവ് ഫിൽട്ടറും, ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും നോക്കണം, അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതുപോലെ തന്നെ വേവ് ഫോം ജനറേറ്റേഴ്സ് ഉണ്ട്, ട്രാങ്കുലർ വേവ് ജനറേറ്റർ, സോ ടൂത്ത് ജനറേറ്റർ.
ഇനി ഓപ്പാമ്പ് വെച്ചിട്ട് ഓസിലേറ്റേഴ്സ് ഉണ്ട്, വെയിൻ ബ്രിഡ്ജ്, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഉണ്ട്. പിന്നെ 555 ടൈമർ, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ഒക്കെ. പിന്നെ PLL ഉണ്ട്, PLL. അപ്പൊ ആ PLL പഠിക്കുമ്പോൾ നമ്മൾ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ഒക്കെ പഠിക്കാം. 555 വരുന്നതാണ് അതൊക്കെ. ഓക്കെ. പിന്നെ അതിൽ വരുന്ന വേറൊരു കമ്പോണന്റ് ആണ് ഫേസ് ഡിറ്റക്ടർ. ഓക്കെ. അപ്പൊ അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ PLLന്റെ ക്യാപ്ചർ റേഞ്ച് എന്താണ്, ലോക്ക് റേഞ്ച് എന്താണെന്നുള്ളതൊക്കെ. ഓക്കെ. അതിനുശേഷം നമുക്ക് ഇന്റഗ്രേറ്ററും ഡിഫറൻഷിയേറ്ററും പാസീവ് ഡിവൈസസ് യൂസ് ചെയ്തിട്ടും ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെ അനാലിസിസും കാര്യങ്ങളും ഒക്കെ പഠിക്കും. പിന്നെ മില്ലർ സ്വീപ്പ് ജനറേറ്ററും ബൂട്ട് സ്ട്രാപ്പ് സ്വീപ്പ് ജനറേറ്ററും വോൾട്ടേജ് ടു കറണ്ടും കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടേഴ്സും അതിന്റെ അനാലിസിസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് LIC ആൻഡ് വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിൽ നമുക്ക് നോക്കാൻ. ഇനി അതിനുശേഷം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, മൈക്രോ കൺട്രോളർ, മൈക്രോ പ്രോസസർ, ഇത്രയും വരികയാണെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. ഇത് ഫുള്ള് ഇത്രയും കാര്യങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വരുന്നതാണ്, നമ്മൾ സബ്ജക്റ്റിൽ പഠിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ. നമ്പർ സിസ്റ്റംസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റംസ് ഉണ്ടാകും. അതിനുശേഷം ബൂളിയൻ ഓൾജിബ്ര ഉണ്ടാകും. അതിന് കുറച്ച് ബൂളിയൻ ഓൾജിബ്ര കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ്സിലേക്ക് നമുക്ക് പോകണം അല്ലെ. ഗേറ്റ്സ് ഉണ്ട്, ഡിഫറെന്റ് ലോജിക് ഗേറ്റ്സുകൾ ഉണ്ട്. പിന്നെ ലോജിക് ഗേറ്റ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാപ്പും SOP POS എക്സ്പ്രഷൻസ് ഉണ്ടാകും. പിന്നെ കോമ്പിനേഷണൽ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ഫ്ലിപ്പ് ഫ്ലോപ്സ് അല്ലെ. കോമ്പിനേഷനിൽ ഹാഫ് ആർഡർ, ഫുൾ ആർഡർ, ഹാഫ് സബ്ട്രാക്ടർ, ഫുൾ സബ്ട്രാക്ടർ, മൾട്ടിപ്ലക്സർ, ഡിമൾട്ടിപ്ലക്സർ, എൻകോഡർ, ഡീകോഡർ, പ്രയോറിറ്റി എൻകോഡർ, സീരിയൽ ആഡർ, പാരലൽ ആഡർ, റിപ്പിൾ ക്യാരി ആഡറും ലുക്ക് ഹെഡ് ക്യാരി ആഡറും. പിന്നെ അത്രയും കാര്യങ്ങൾ, അത്രയാണ് നമുക്ക് കോമ്പിനേഷനിൽ നോക്കാനുള്ളത്. ഇനി സീക്വൻഷ്യലിലേക്ക് വരുമ്പോൾ ബേസിക് ഫ്ലിപ്പ് ഫ്ലോപ്സുകളെല്ലാം നമ്മൾ നോക്കുന്നു. അതിനുശേഷം ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ടാകും, കൗണ്ടർ ഉണ്ടാകും. കൗണ്ടറിൽ അസിൻക്രണസ്, സിൻക്രണസ് ഡിസൈൻസ് ഉണ്ടാകും. ഓക്കെ. പിന്നെ ഷിഫ്റ്റ് രജിസ്റ്ററിലേക്ക് വന്ന 4 ടൈപ്പ്: സീരിയൽ ഇൻ, സീരിയൽ ഔട്ട്, സീരിയൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ പാരലൽ ഔട്ട്, പാരലൽ ഇൻ സീരിയൽ ഔട്ട്. പിന്നെ യൂണിവേഴ്സൽ ഷിഫ്റ്റ് രജിസ്റ്റർ, അതിന്റെയൊക്കെ ടൈമിംഗ് ഡയഗ്രംസ്. പിന്നെ കൗണ്ടറിൽ സ്പെഷ്യൽ കൗണ്ടറാണ് ജോൺസൺ റിംഗ് കൗണ്ടർ, ജോൺസൺ കൗണ്ടറും റിംഗ് കൗണ്ടറും. പിന്നെ മെമ്മറിയിലേക്ക് വന്ന റാമും റോമും അതിന്റെ ഡിഫറൻസ്, പിന്നെ ഫ്ലാഷ് മെമ്മറി, പിന്നെ നോൺ വോൾട്ടേജ് റാം, EEPROM, ഇലക്ട്രിക്കലി റൈസബിൾ പ്രോം. ഓക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ലോജിക് ഫാമിലീസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് TTL, CMOS, RTL, ECL, DTL ഇതൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഫാനിൻ എന്താണ്, പ്രൊപ്പഗേഷൻ ഡിലേ എന്താണ്, ഫാൻ ഔട്ട് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇത് ലോജിക് ഫാമിലീസിലാണ്. പിന്നെ അതിനുശേഷം ADC, DAC, ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടാവും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലുള്ളത്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ട് ഡിജിറ്റലില്. പിന്നെ മൈക്രോ പ്രോസസറും മൈക്രോ കൺട്രോളറും ആണ് നമുക്ക് ഇതിന്റെ കൂടെ വരുന്നത്. അപ്പൊ മൈക്രോ പ്രോസസറിൽ ഇവിടെ 8086 പ്രോസസറിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് ഇന്റർഫേസിംഗ് ടിപ്സും പഠിക്കാനുണ്ട്. 8255ഉം 8359ഉം 8251ഉം 8279ഉം, അതായത് പെരിഫറൽ ഇന്റർഫേസ് കൺട്രോളേഴ്സ് ഒക്കെയാണ്. കീബോർഡ് ഇന്റർഫേസ് കൺട്രോളർ, അതുപോലെ തന്നെ ADC ഇന്റർഫേസ്, അങ്ങനെ ഇന്റർഫേസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന DMA, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നോക്കാനായിട്ട്. അതുപോലെ തന്നെ പ്രോസസറിൽ 286ഉം 386ഉം 80286ന്റെയും 80386ന്റെയും ബേസിക്സ് പഠിക്കണം. മൈക്രോ കൺട്രോളറിലേക്ക് വരികയാണെങ്കിൽ 8051 കൺട്രോളറാണ്. അതിന്റെ ആർക്കിടെക്ചറും ഇന്ററപ്റ്റ്, ഇൻസ്ട്രക്ഷൻ സെറ്റ്, പ്രോഗ്രാംസ്, ഇതൊക്കെയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണിത്. മൂന്നാമത്തെ. പിന്നെ നാലാമത്തേല് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. അതില് സിഗ്നൽസ്, ബേസിക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന്റെ ബേസിക്സ് അല്ലെ. എലമെന്ററി സിഗ്നൽസ് ഏതൊക്കെയാണ്, LTI എന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ നോയിസസിനെ പറ്റിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോയിസസ് ഉണ്ട്, അതിനെ പറ്റി പഠിക്കാനുണ്ട്. സിഗ്നൽ ടു നോയിസ് റേഷ്യോ ഉണ്ട്, ഷാനൻ തിയറം അല്ലെ, ഇൻഫർമേഷൻ കപ്പാസിറ്റിയിൽ നമ്മൾ പഠിക്കുന്നതാണ് ഷാനൻ സ്പാൻ തിയറം അല്ലെ. എൻട്രോപ്പി അതില്, പിന്നെ ബോർഡ് റേറ്റ് അല്ലെ, നമ്മൾ എത്ര ബിറ്റ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ മാക്സിമം ചാനൽ കപ്പാസിറ്റി തിയറം, ഇൻഫർമേഷൻ കപ്പാസിറ്റിയിൽ നമ്മൾ നോക്കും. അപ്പൊ അത്രയും ബേസിക്സ്. പിന്നെ റേഡിയേഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ, EMFTയിൽ വരുന്ന കാര്യമാണിത്. അതിൽ ഗ്രൗണ്ട് വേവ്, സ്കൈ വേവ്, സ്പേസ് വേവ് പ്രൊപ്പഗേഷൻ അല്ലെ. പിന്നെ പോളറൈസേഷൻ ഉണ്ട്, അറ്റ്മോസ്ഫറിക് ലെയേഴ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ അതിനുശേഷം നമ്മൾ അനലോഗ് കമ്മ്യൂണിക്കേഷനിലെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഓക്കെ, ജനറേഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് AM സിഗ്നൽസ്, DSB, SSB, DSB. അതുപോലെ തന്നെ AM ട്രാൻസ്മിറ്റർ ഉണ്ട്, ട്യൂൺഡ് റേഡിയോ ഫ്രീക്വൻസി റിസീവറും സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിനെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്. പിന്നെ AM റിസീവറിലെ നോയിസ് അനാലിസിസ്,
അതിനുശേഷം AM മോഡുലേഷൻ കഴിഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ ഉണ്ട്. അതിൽ നാരോ ബാൻഡ് എഫും വൈഡ് ബാൻഡ് എഫും പഠിക്കണം. എങ്ങനെയാണ് FM സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാന്നുള്ള മെത്തേഡ്സ് ഉണ്ട്. ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡും. പിന്നെ FM-ന്റെ ഡിമോഡുലേഷൻ ടെക്നിക്സ്. പിന്നെ FM റിസീവർ, നോയ്സിന്റെ FM റിസീവർ, പ്രീ എംഫസിസ് എന്താണ്, ഡി എംഫസിസ്. ഓക്കെ, ഇനി അതിനുശേഷം ഫ്രീക്വൻസി മോഡുലേഷൻ കഴിഞ്ഞാൽ ഫേസ് മോഡുലേഷൻ, അതിന്റെ ബേസിക്സ്. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യമല്ല, കുറച്ചും കൂടി ഉണ്ട്. നമുക്ക് അനലോഗ് കമ്മ്യൂണിക്കേഷന്റെ ഏകദേശം ഇത്രയാണ്. ഇനി നമ്മൾ DSP, ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പൊ അതില് DFT, ഡിസ്ക്രീറ്റ് ഫോറിയർ ട്രാൻസ്ഫോം ഉണ്ട്, ഡിസ്ക്രീറ്റ് ഫോറിയർ സീരീസ് ഉണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഡെസിമേഷൻ ഇൻ ടൈമും ഫ്രീക്വൻസി അൽഗോരിതം, ഡെസിമേഷൻ ഇൻ ടൈം DIT-യും DIF-ഉം. ഓക്കെ, പിന്നെ FFT, ഫാസ്റ്റ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, പിന്നെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്താണ്, ഡിജിറ്റൽ ഫിൽട്ടർ ഡിസൈൻ എങ്ങനെയാണ്, പിന്നെ ആന്റിനയിൽ ഡിഫറെന്റ് ടൈപ്സ്, ഹാഫ് വേവ് ഡൈപോൾ, ഫോൾഡ് ഡൈപോൾ, മൈക്രോവേവ് ആന്റിന, റോംബിക്, പാരബോളിക്, യാഗിയുടെ ഹോണ്, ഹെലിക്കൽ ആന്റിനാസ്. പിന്നെ ടെലിവിഷൻ, ടെലിവിഷനിൽ ടെലിവിഷൻ ട്രാൻസ്മിഷൻ, ഇന്റർലേസ്ഡ് സ്കാനിങ്, കോമ്പോസിറ്റ് വീഡിയോ സിഗ്നൽ, ഓഡിയോ മോഡുലേഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫിക്സഡ് ട്യൂബ്. ഇതൊക്കെ. അതുപോലെ തന്നെ ടെലിവിഷൻ ക്യാമറ റിസീവറിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാമറാസ്, CCD ക്യാമറ, NTSC ടെലിവിഷൻ സ്റ്റാൻഡേർഡ്, PIL ടെലിവിഷൻ സ്റ്റാൻഡേർഡ്. അതുപോലെ തന്നെ ബേസിക് ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ ബ്ലോക്ക് ഡയഗ്രാം, PIL ആൻഡ് NTSC ഡീകോഡർ സിസ്റ്റംസ്. അങ്ങനെ പിന്നെ HDTV, സാറ്റലൈറ്റ് TV, ഇതൊക്കെ. അപ്പൊ ടെലിവിഷൻ ഉണ്ട്, ആന്റിന ഉണ്ട്, പിന്നെ മൈക്രോവേവിന്റെ കുറച്ച് ആദ്യം പറഞ്ഞല്ലോ. പിന്നെ ഡിജിറ്റൽ മോഡുലേഷനിൽ PCM, PAM, PPM, PWM. ഓക്കെ, അതായത് പൾസ് ആംപ്ലിറ്റ്യൂഡ്, പൾസ് പൊസിഷൻ, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, പൾസ് കോഡ് മോഡുലേഷൻ. പിന്നെ പക്ക ഡിജിറ്റൽ മോഡുലേഷൻ സ്കീമിൽ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയും, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയും, ഫേസ് ഷിഫ്റ്റ് കീയും, പിന്നെ മിനിമം ഷിഫ്റ്റ് കീയും, ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയും, ബൈനറി PSK, ഇതൊക്കെ നമുക്ക് അതിന്റെ ജനറേഷനും ഡിമോഡുലേഷൻ മെത്തേഡ്സ്. പിന്നെ മൾട്ടിപ്ലക്സിംഗിൽ CDMA, TDMA, FDMA. അതുപോലെ തന്നെ സ്പ്രെഡ് സ്പെക്ട്രം ഉണ്ട്, ഫ്രീക്വൻസി ഹോപ്പിംഗ് സ്പ്രെഡ് സ്പെക്ട്രം, അത്രയും പഠിക്കാനുണ്ട്. പിന്നെ ഫേഡിങ്, മൾട്ടിപാത്ത് ഫേഡിങ് ഒക്കെ എന്താണ്. പിന്നെ മൊബൈലിലേക്ക് വരുമ്പോൾ, മൊബൈൽ കമ്മ്യൂണിക്കേഷനിലേക്ക് വരുമ്പോൾ GSM, GPRS. പിന്നെ വയർലെസ് കമ്മ്യൂണിക്കേഷനിൽ ബ്ലൂടൂത്തിന്റെ ബേസിക്സ്. ഇനി മൈക്രോവേവില് ക്ലിസ്ട്രോണും മാഗ്നട്രോണും, ട്രാവലിംഗ് വേവ് ട്യൂബും, പിന്നെ അതിന്റെയൊക്കെ സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എങ്ങനെയാണെന്ന്. പിന്നെ ഇംപാക്ട് ഡയോഡ്, റപ്പാറ്റ് ഡയോഡ്സ്. ഇനി റഡാറിൽ ഡിഫറെന്റ് ടൈപ്സ്, ബേസിക് ഓപ്പറേഷൻ എന്താണ്, റേഞ്ചിന്റെ ഇക്വേഷൻ, പിന്നെ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിന്റെ ബേസിക്സ്. ഇത്രയും കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വലിയ മൊഡ്യൂളാണ്, കുറേ സബ്ജക്റ്റുകൾ ഉണ്ട്. ലാസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് പവർ ഇലക്ട്രോണിക്സ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, PLC, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെ. ഓക്കെ, അപ്പൊ അതില് പവർ ഇലക്ട്രോണിക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിൽ ടൈറിസ്റ്റേഴ്സ് ഉണ്ട്, SCR, UJT, ട്രയാക്ക്, ഡയാക്ക്, പിന്നെ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ ഡിവൈസ്, IGBT, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ, അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പവർ ഡിവൈസസ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിനെ എങ്ങനെ ട്രിഗർ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ട്രിഗറിംഗ് മെത്തേഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കീംസ്, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. പിന്നെ പവർ കൺവേർട്ടേഴ്സ്, സീരീസ് ആൻഡ് പാരലൽ കൺവേർട്ടേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ ഇൻവേർട്ടേഴ്സിനെ പറ്റി, സിംഗിൾ ഫേസ്, 3 ഫേസ് ഇൻവേർട്ടേഴ്സ്. പിന്നെ ചോപ്പേഴ്സ്, DC to DC കൺവേർട്ടർ ആണ്, സൈക്ലോ കൺവേർട്ടർ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റിംഗ്, ഇൻഡസ്ട്രിയൽ ഹീറ്റിംഗ്, ഇലക്ട്രോണിക് വെൽഡിംഗ്, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ഓഫ് അൾട്രാസോണിക്, അതുപോലെ SMPS, സെർവോ കൺട്രോൾഡ് വോൾട്ടേജ് സ്റ്റെബിലൈസർ, 3-pin IC റെഗുലേറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങൾ പവർ ഇലക്ട്രോണിക് ഡിവൈസ്. പിന്നെ അതിനുശേഷം PLC-നെ കുറിച്ച് ബേസിക്സ്, PLC-യുടെ ബേസിക്സ്. അതുപോലെ തന്നെ ലൈറ്റ് ഡിപെൻഡന്റ് റെസിസ്റ്റേഴ്സ്. ഒപ്റ്റോ ഇലക്ട്രോണിക്സിലേക്ക് വരുമ്പോൾ LDR, ഫോട്ടോ ഡയോഡ്, ഫോട്ടോ ട്രാൻസിസ്റ്റർ, ഫോട്ടോവോൾട്ടായിക് സെല്ല്. ഫോട്ടോവോൾട്ടായിക് സെൽ എന്ന് പറഞ്ഞാൽ സോളാർ സെല്ലാണ്. ഓക്കെ, പിന്നെ ഫോട്ടോ ഡിറ്റക്ടർ, LED, ഒപ്റ്റോ കപ്ലർ, ലേസർ ഡയോഡ് ആൻഡ് ഒപ്റ്റിക്കൽ ആംപ്ലിഫയേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ഒപ്റ്റോ ഇലക്ട്രോണിക്സിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ മീറ്റർ, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് വരുമ്പോൾ മൾട്ടിമീറ്റർ, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ്, ക്യാരക്ടറിസ്റ്റിക്സ്, അക്യുറസി എന്താണ്, സെൻസിറ്റിവിറ്റി, സെലക്ടിവിറ്റി എന്നൊക്കെ പറയുന്നത് എന്താണ്. പിന്നെ കാഥോഡ് റേ ട്യൂബ്, അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, DSO, ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്, സ്പെക്ട്രം അനലൈസർ. പിന്നെ LED-യുടെയും LCD-യുടെയും പ്ലാസ്മ TV ഉണ്ടല്ലോ, പ്ലാസ്മ ഡിസ്പ്ലേ, അതിന്റെയൊക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ലോജിക് പ്രോബ്, ലോജിക് അനലൈസർ. ഇത്രയും കാര്യങ്ങളാണ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് വരുന്നത്. ഇത്രയും നമുക്ക് ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, ഇത്രയും പവർ ഇലക്ട്രോണിക്സ്.
ഇത്രയുമാണ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു സിലബസ് എന്ന് പറയാനായിട്ട് ഉള്ളത്. ഇനി ഈ ലാസ്റ്റ് ഇയർ നടന്ന 19/2019 എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി നമ്പറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സിലബസ് വെച്ചിട്ടായിരുന്നു നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അതിൽ ഓരോ മോഡ്യൂളിൽ നിന്നും എത്ര മാർക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആദ്യം ബേസിക് സബ്ജക്ട്സ് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സിലബസ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു 30 മാർക്കാണ് ബേസിക് സബ്ജക്റ്റിന് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് നമുക്ക് മാത്തമാറ്റിക്സിനാണ്. 10 ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്തമാറ്റിക്സിൽ നിന്ന് കിട്ടും, 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി സിവിൽ എഞ്ചിനീയറിംഗിന് 5 മാർക്ക്, മെക്കാനിക്കലിന് 5, ഇലക്ട്രിക്കലിനും ഇലക്ട്രോണിക്സിനും ബേസിക് ഇലക്ട്രോണിക്സിനും 5 മാർക്ക്. അങ്ങനെ ടോട്ടൽ 30 മാർക്ക് ബേസിക് സബ്ജക്ട്സിന്. ഓക്കെ, ഇനി ബാക്കിയുള്ള കോർ സബ്ജക്ട്സ് ആണ്. കോർ സബ്ജക്ട്സിൽ നമുക്ക് 5 മോഡ്യൂൾ ആയിട്ട് തന്നെയാണ് പറഞ്ഞിരുന്നത് അല്ലെ. അതിൽ ഏറ്റവും ആദ്യത്തെയാണ്, ഒന്നാമത്തെയാണ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ്. അതിൽ നമുക്ക് 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്, 15 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അതില് നമ്മളുടെ ഡയോഡ്, ട്രാൻസിസ്റ്റർ, അതിന്റെ ആപ്ലിക്കേഷൻസ്, ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഓസിലേറ്റർ സർക്യൂട്ട്സ് ഉണ്ട്, ആംപ്ലിഫയർ സർക്യൂട്ട്സ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് സർക്യൂട്ടുകളും ഒക്കെ വരും. എല്ലാം കൂടെ ചേർത്തിട്ട് 15 മാർക്കാണ്. പിന്നെ രണ്ടാമത്തെ സെഷനിൽ നമുക്ക് LIC, ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സും വേവ് ഷേപ്പിംഗ് സർക്യൂട്ടുമാണ്. അതിന് നമുക്ക് 13 മാർക്കാണ് ഉണ്ടായിരുന്നത്, 13 മാർക്ക്. പിന്നെ വന്നത് മൂന്നാമത്തത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. അതിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും മൈക്രോ പ്രോസറും മൈക്രോ കൺട്രോളറും കമ്പ്യൂട്ടർ മെമ്മറി എല്ലാം കൂടെ ചേർത്തിട്ട് 14 മാർക്ക്. പിന്നെ നാലാമത്തെ മൊഡ്യൂളിൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്. നമുക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, DSP ഉണ്ട്, പിന്നെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, പിന്നെ മൊബൈൽ ഉണ്ട്, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആന്റിന ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് 13 മാർക്ക്. പിന്നെ ലാസ്റ്റ് മോഡ്യൂളിൽ നിന്ന് പവർ ഇലക്ട്രോണിക്സും ഒപ്റ്റോ ഇലക്ട്രോണിക്സും അതുപോലെ തന്നെ PLC, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ഇതെല്ലാത്തിൽ നിന്നും കൂടെ 15 മാർക്ക്. ഓക്കെ, അപ്പൊ ഈ 4 സബ്ജക്റ്റുകളിൽ നിന്ന് ഏകദേശം വലിയ വ്യത്യാസമില്ലാതെ എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആണ് അല്ലെ. ഇലക്ട്രോണിക് സർക്യൂട്ട്സിനും പവർ ഇലക്ട്രോണിക്സിനും 15 മാർക്ക് വീതം, ബാക്കി 14, 13 ആയിട്ട് വലിയ വ്യത്യാസമില്ല. നമുക്ക് എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് സബ്ജക്ട്സുകൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് മാത്സിനാണ്. 33.33% ആണ് വരിക, 33.33%. ബാക്കിയെല്ലാം ഈക്വൽ വെയിറ്റേജ് ആണ് അല്ലെ. 16.67 ആണ് എല്ലാത്തിനും വരിക കേട്ടോ. അപ്പൊ ഇത് ഞാനൊരു കംപ്ലീറ്റ് നമ്പർ ആക്കി ഇട്ടപ്പം 1/16 ആക്കി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാത്തിനും ഒരേ 5 മാർക്ക്, ഇവിടെ 5, 5, 5, 5, 20. അങ്ങനെയാണ് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഇനി കോർ സബ്ജക്റ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഏതിനാണ്? നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ട്സിനാണ് അല്ലെ. ഇലക്ട്രോണിക് സർക്യൂട്ട്സിന് 15 മാർക്കാണ്. അതുപോലെ തന്നെ ഈ അടുത്തത് നമുക്ക് ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ആയിരുന്നു, അതിന് 13 മാർക്ക്. ഡിജിറ്റലിന് 14 മാർക്ക്, അതുപോലെ തന്നെ ഇതും 13 മാർക്ക്. പിന്നെ ലാസ്റ്റ് 15 മാർക്ക്. ഇങ്ങനെയായിരുന്നു ഇതിന്റെ ഏകദേശം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഒരേപോലത്തെ വെയിറ്റേജ് തന്നെയാണ്. ഇനി ഈ തവണത്തെ പരീക്ഷയ്ക്ക് നമുക്ക് പറയാൻ കഴിയില്ല, ചിലപ്പം നമുക്ക് ഓരോ മോഡ്യൂളും തന്നിട്ട് അതിനകത്ത് നിന്ന് ഇത്ര മാർക്കിന് ചോദിക്കും എന്ന് ചിലപ്പം PSC തന്നേക്കാം. കാരണം ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു 2-3 വർഷക്കാലങ്ങളായിട്ട് ഈ ഒരു രീതിയിലാണ് ഓരോ മോഡ്യൂളിന്റെയും മാർക്കും കൂടെ തരാറുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ അങ്ങനെ ആയേക്കാം. എന്നാലും നമുക്ക് സബ്ജക്ട്സുകൾ ഇതൊക്കെ തന്നെയായിരിക്കും പഠിക്കാനുണ്ടാവുക. അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം. പിന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം സിലബസ് തരുന്ന സമയത്ത് ബാക്കി എന്തെങ്കിലും വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് അഡീഷനോ ഡിലീഷനോ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അതിന്റെ റെഫറൻസസ് നമ്മൾ പറയുകയാണെങ്കിൽ, റെഫറൻസ് നമുക്ക് വീഡിയോ ലെക്ചേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ അക്കാഡമി കുറെ നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ലൈവായിട്ടായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ഏത് സമയത്തും കാണുന്ന രീതിയിൽ തന്നെ റെക്കോർഡഡ് സെഷൻസ് നമുക്ക് നമ്മളുടെ ആപ്പിൽ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് NPTEL വീഡിയോസ് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ സബ്ജക്ട്സുകളിലും ഓരോ IITസിലുള്ള പ്രൊഫസേഴ്സ് അവരുടെ സബ്ജക്ട്സുകളിൽ വീഡിയോ ലെക്ചേഴ്സോ അല്ലെങ്കിൽ PDF ലെക്ചേഴ്സ് ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഓരോ സബ്ജക്ട്സും നമ്മളിപ്പോ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ സബ്ജക്ട്സുകളിലും നമ്മൾ ഏത് ടെക്സ്റ്റ് ബുക്കാണ് റെഫർ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടെക്നിക്കൽ മാത്തമാറ്റിക്സിന് ഗ്രബാളിന്റെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ബേസിക് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മാത്സ് 1, മാത്സ് 2 പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഗ്രീബാളിന്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്.
അപ്പൊ അത് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഇതല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. ഇനി അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിന് നമുക്ക് റോബർട്ട് ബോൾസ്റ്റഡിന്റെ നല്ല ബുക്കാണ്, അത് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. LICക്ക് നമുക്ക് റോയ് ചൗധരിയുടെ ബുക്ക് ഫോളോ ചെയ്യാം. അതുപോലെ മൈക്രോ പ്രോസസറിന് ഗാവങ്കറുടെ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാം. മൈക്രോ കൺട്രോളറിന് മുഹമ്മദ് അലി മസീദി നമുക്ക് ഉപയോഗിക്കാം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിന് ആനന്ദ് കുമാർ ഉപയോഗിക്കാം. കമ്മ്യൂണിക്കേഷന് കെന്നഡിയുടെ ബുക്ക് ഉപയോഗിക്കാം. പവർ ഇലക്ട്രോണിക്സിന് മുഹമ്മദ് റാഷിദിന്റെ ബുക്ക് ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോകണം എന്ന് ഞാൻ നമുക്ക് ഡൗട്ട് ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് നോക്കാം, റെഫർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇനഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലെക്ചറേഴ്സ് തരും, അതിന്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ തരും. പിന്നെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുന്ന കൊണ്ട് നമുക്ക് ഇനഫ് ടൈം കിട്ടും. അപ്പൊ എപ്പോഴെങ്കിലും ഏതെങ്കിലും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒക്കെ വരികയാണ്, ഒരു അഡീഷണൽ റെഫറൻസ് വേണം എന്നുണ്ടെങ്കിലാണ് നമ്മളിങ്ങനെ ടെക്സ്റ്റ് ബുക്കുകൾ എല്ലാ സബ്ജക്ട്സുകളിലും പറയുന്നത്. പിന്നെ ബേസിക് സബ്ജക്ട്സുകളുണ്ട് നമുക്ക്, ബേസിക് മാത്സ് ബേസിക് സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇതൊക്കെ അല്ലെ. അതിനൊക്കെ നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്തിട്ടാണോ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിരിക്കുന്നത് അത് തന്നെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. അതിനായിട്ട് നിങ്ങൾ വേറൊരു സിവിലിന്റെ വലിയൊരു ടെക്സ്റ്റ് ബുക്ക് ഒന്നും എടുത്ത് റെഫർ ചെയ്യണമെന്ന് പറയുന്നില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് പരീക്ഷയാണെന്ന് നമുക്കറിയാം, MCQ പരീക്ഷയാണ്. അപ്പൊ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇത് കൂടാതെ തന്നെ നമ്മളുടെ കോഴ്സ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകൾ കഴിയുന്ന സമയത്തും അതിന്റെ ക്വസ്റ്റ്യൻസ്, അതിന്റെ MCQ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ഓരോ ദിവസത്തെ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാകും. ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ് എടുക്കുമ്പോഴും ആ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ MCQ പ്രാക്ടീസ് ചെയ്യാനുണ്ടാകും. മോഡ്യൂൾ കഴിയുമ്പോൾ മോഡ്യൂൾ ടെസ്റ്റുകളായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് സബ്ജക്ട് കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 2-3 സബ്ജക്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 50 മാർക്കിന്റെ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് മോഡലായിട്ട് നിങ്ങൾക്ക് നടക്കും. അങ്ങനെ ഡിഫറെന്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പരിചയമാവാനും ഒക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സൈറ്റുകൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക്കുകളിലുള്ള MCQ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവിടെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു സ്റ്റഡി പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ പറയുന്നത്. എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു എക്സാമിനേഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അപ്പൊ ആ എക്സാമിനേഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പഠിക്കണം എന്നുള്ളതാണ് അല്ലെ ആദ്യം നമ്മൾ എന്താണ് പഠിക്കേണ്ടത്. അപ്പൊ അതിനാണ് നമുക്കൊരു സിലബസ് തന്നിട്ടുള്ളത്. അപ്പം പരീക്ഷ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് പരീക്ഷ ആവുന്നതിന്റെ ഒരു 3 മാസം മുന്നേ ആണ് ശരിക്കും ആക്ച്വൽ സിലബസ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നുള്ളൂ. പക്ഷെ ആ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ നിങ്ങൾ പഠിക്കാൻ അത്രയും കാര്യങ്ങൾ പഠിക്കാനിരുന്നാൽ നമുക്ക് എവിടെയും എത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് മുന്നേ ഉള്ള പരീക്ഷയ്ക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സിലബസ്, 2019 പരീക്ഷയുടെ സിലബസ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നു. ആ സിലബസിലുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകും അല്ലെ. അത് 1 by 1 ആയിട്ട് പഠിച്ചു പോകും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്തറിയണം, നമ്മൾ ആ സിലബസിനെ നമ്മൾ അറിയണം അല്ലെ. സിലബസ് എങ്ങനെയാണ്, സിലബസ് എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും അറിയണം. ഓരോ സിലബസിൽ ഓരോ സബ്ജക്റ്റുകളും അത് എന്തൊക്കെയാണ്, അത് എവിടെ നിന്നൊക്കെ നമുക്ക് അതിന്റെ മെറ്റീരിയൽസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും, അതൊക്കെ നിങ്ങൾ ആദ്യം തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. സോ നോ യുവർ സിലബസ് ഫസ്റ്റ് എന്നാണ്. ഫസ്റ്റ് നമ്മൾ അതാണ് ചെയ്യേണ്ടത്. സിലബസിനെ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് അതിൽ നിന്ന് അതിലുള്ള ഓരോ ടോപ്പിക്കുകളും പഠിക്കേണ്ട മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ അത് നിങ്ങളുടെ കോച്ചിങ് സെന്റേഴ്സിൽ നിന്നുള്ള മെറ്റീരിയൽസ് ആവാം, വീഡിയോ ലെക്ചേഴ്സ് ആവാം, ക്ലാസ് നോട്ടുകളാവാം, ടെക്സ്റ്റ് ബുക്കുകളാകാം, MCQ ബുക്കുകളാകാം. അങ്ങനെ ഓരോ ടോപ്പിക്കുകൾ നമുക്ക് MCQ പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മൾ MCQ തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കും. അപ്പൊ ഓരോന്നിൽ നിന്നും MCQ നമ്മള് എന്താ പറയാ, നമുക്ക് സെന്ററിൽ നിന്നുള്ളതാണെങ്കിൽ അങ്ങനെ, അല്ലാണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ, അതെല്ലാം നമ്മൾ എടുത്തു വെച്ചിരിക്കുക. ഓക്കെ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, പ്രയോറിറ്റൈസ് ചെയ്യാം. നമുക്ക്
ഓരോരുത്തരുടെയും പ്രയോറിറ്റി വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഓരോ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രയോറിറ്റി വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾക്ക് ചില സബ്ജക്റ്റുകൾ ഈസി ആയിരിക്കും, ചില ആളുകൾക്ക് വേറെ സബ്ജക്റ്റുകളായിരിക്കും ഈസി ഉണ്ടാവുക അല്ലെ. അപ്പൊ അവരവരുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് സബ്ജക്റ്റുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇപ്പൊ ടെക്നിക്കൽ മാത്തമാറ്റിക്സ് നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് മാത്തമാറ്റിക്സ് ഈസി ആയിരിക്കും, വളരെ കുറഞ്ഞ സമയം മതിയായിരിക്കും. പക്ഷെ ചില ആളുകൾക്ക് ഈ മാത്തമാറ്റിക്സ് വളരെ ടഫ് ആയിരിക്കും. അപ്പം ഏത് സബ്ജക്റ്റ് ആണോ ബുദ്ധിമുട്ടുള്ളത് അതിന് നമ്മൾ കൂടുതൽ ടൈം കൊടുത്ത് കൂടുതൽ കെയർ ചെയ്ത് നമ്മൾ അത് പഠിക്കുക. ഓക്കെ, അപ്പൊ ആദ്യം പഠിച്ചു വെക്കുക, ഫ്രീക്വന്റ് ആയിട്ട് അത് റിവൈസ് ചെയ്ത് നമ്മളുടെ മനസ്സിലേക്ക് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രയോറിറ്റി അറിഞ്ഞ് സിലബസിന്റെ പ്രയോറിറ്റി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഇതാണ് പറഞ്ഞത്, ഓരോരുത്തർക്കും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകളും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റുകളും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവരുടെ ഇതിനനുസരിച്ചിട്ട് അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുക. ഇനി രണ്ടാമത്തെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സിലബസിൽ ഏതിനാണോ കൂടുതൽ വെയിറ്റേജ് ഉള്ളത് അത് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അല്ലെ. ഇപ്പൊ എനിക്കൊരു സബ്ജക്ട് ഭയങ്കര പാടാണ്, പക്ഷെ അതിന് വളരെ വെയിറ്റേജ് കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ആദ്യം തന്നെ എടുത്ത് ഒരു കുറേ ദിവസം 2 മാസമൊക്കെ ഇട്ട് അതിൽ നിന്ന് പഠിക്കേണ്ട കാര്യമില്ല അല്ലെ. അപ്പം പ്രയോറിറ്റൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ സബ്ജക്റ്റിന് വരുന്ന മാർക്കിന്റെ വെയിറ്റേജും കൂടെ നമ്മൾ നോക്കണം പഠിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അതാണ് നമ്മൾ ഒന്നാമത്തെ. സിലബസ് നമ്മൾ നോക്കി, സിലബസ് എല്ലാം അറിഞ്ഞു, നമ്മൾ അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ എവിടുന്ന് അവൈലബിൾ ആവും എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പഠിക്കണം. ഇപ്പൊ ഞാൻ ഈ സിലബസ് ഈ ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ബിഗ് ലേണിംഗിന്റെ ഒരു കോഴ്സ് എടുത്തിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ മെറ്റീരിയൽസ് നമ്മൾ അവിടെ അഷ്വർഡ് ആക്കി അല്ലെ, നമുക്ക് ഇതിങ്ങനെ ഫോളോ ചെയ്ത് പഠിക്കാം. ഒപ്പം തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളുടെ റെഫറൻസ് വേണമെങ്കിൽ അതും കൂടെ നമ്മൾ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി സബ്ജക്ട് പ്രയോറിറ്റൈസ് ചെയ്തു രണ്ടാമത്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടേതായിട്ടുള്ള നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോഴും സബ്ജക്ട് പ്രയോറിറ്റൈസ് ചെയ്തു. ഞാൻ ആദ്യം ടെക്നിക്കൽ മാത്തമാറ്റിക്സ് പഠിക്കാന്ന് വിചാരിച്ചു. അപ്പൊ മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് മെട്രിസസ് ആണ്, മെട്രിസസ് അല്ലെ. മെട്രിസസ് പഠിക്കാൻ ഞാൻ ഇരുന്നു അല്ലെ. മെട്രിസസ് പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ടോപ്പിക് എടുത്തു, എന്താണ് മെട്രിസസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിസസ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് മെട്രിസസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. അപ്പൊ അതെടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് പഠിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരു വീഡിയോ ലെക്ചർ കണ്ടു, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു. അതിന് നമ്മൾ ഇപ്പം നമ്മൾ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ലെക്ചർ ഉണ്ട്, അതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഹാൻഡ് റിട്ടൺ ഫാക്കൽറ്റിയുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സോ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയലോ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത് കൂടാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗിൽ നിങ്ങൾ തന്നെ റിട്ടൺ നോട്ട്സ് ഉണ്ടാക്കുക. അപ്പൊ അത് വായിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഒരു പ്രാവശ്യം നമ്മൾ എഴുതി നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ അത് വീണ്ടും വായിക്കുമ്പോൾ അതാണ് നമുക്ക് കുറച്ചും കൂടി പഠിക്കാൻ ഈസി ആയിട്ടുണ്ടാവുക. സോ എപ്പോഴും കീപ് യുവർ ഓൺ ഹാൻഡ് റിട്ടൺ നോട്ട്സ്. ഓരോ സബ്ജക്റ്റുകൾ പഠിക്കുമ്പോഴും അത് നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇനി അത് നമ്മൾ അങ്ങനെ പഠിച്ചു പോകുന്നു. ഒരു സബ്ജക്ട് നമ്മൾ എടുത്തു, അതിന്റെ ആദ്യത്തെ ടോപ്പിക് എടുത്തു, അത് പഠിച്ചു അല്ലെ. അടുത്ത ദിവസം നമ്മൾ രണ്ടാമത്തെ ടോപ്പിക് എടുത്തു, അത് പഠിച്ചു അല്ലെ. ആ രണ്ടാമത്തെ ടോപ്പിക് അത് പഠിച്ച് അന്ന് നമ്മൾ കിടക്കുന്നതിനെക്കാട്ടും മുന്നേ നമ്മൾ ആദ്യം പഠിച്ചതും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. എപ്പോഴും നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു പോകുന്നതൊക്കെ ഇങ്ങനെ റിവൈസ് ചെയ്യാം അല്ലെ. അപ്പൊ രണ്ടാമത്തെ ഡേ നമ്മൾ ആ സബ്ജക്ട്, അന്നത്തെ സബ്ജക്ട് നമ്മൾ പഠിച്ചു, പ്രീവിയസ് ഡേയിൽ നമ്മൾ റിവൈസും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഡേയിൽ പഠിച്ചത് 2 വട്ടം ചെയ്തു. അങ്ങനെ റിവൈസ് ചെയ്യുന്ന എന്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമ്മൾ കുറെ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് അങ്ങോട്ട് പതിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇനി എല്ലാ വീക്കെൻഡിൽ വരുന്ന സമയത്തും എന്താണ്, നമ്മൾ ആ വീക്കിൽ പഠിച്ചത് ഫുള്ള് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം നമ്മളുടെ മനസ്സിൽ പതിഞ്ഞു. അതിനുശേഷവും നമുക്ക് മനസ്സിൽ ഇരിക്കാത്ത കാര്യങ്ങളോ എപ്പോഴും ഡൗട്ടുള്ള കാര്യങ്ങളോ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാരലൽ നോട്ടും കൂടെ വെക്കുക. പാരലൽ നോട്ടും കൂടെ വെച്ചിട്ട് നമ്മൾ പിന്നെ അത് മാത്രം നോക്കി പോയാൽ മതി. പിന്നെ എല്ലാം ഇങ്ങനെ വായിക്കണം എന്നില്ല നമുക്ക്. അപ്പൊ ലാസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് മൊത്തം നമ്മൾ ഫുൾ സബ്ജക്റ്റുകളും പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് റെഫർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഒരു 1, 2, 3 പേജിൽ ഒതുങ്ങുന്ന കാര്യങ്ങളായിട്ട് വരണം. പരീക്ഷയുടെ തലേദിവസം നമുക്കിത് ഫുൾ റിവൈസ് ചെയ്ത് പോകാനുള്ള സമയം കിട്ടില്ലല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ആ പരീക്ഷയുടെ തലേ ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം മുന്നേ നമുക്ക് നോക്കാനായിട്ട് നമുക്ക് മൊത്തം സിലബസിലാകെ നമുക്ക് റെഫർ ചെയ്യേണ്ട കാര്യങ്ങൾ ഇക്വേഷൻസ് ആവാം, അല്ലെങ്കിൽ ചില വാല്യൂസ് ആകാം,
ഇല്ലേ, ചിലതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പേപ്പറിലേക്ക് എഴുതി വെച്ചിട്ട് അത് മാത്രം നോക്കുക. അപ്പൊ മൊത്തം സബ്ജക്റ്റിൽ അങ്ങനെ നമുക്ക് നോക്കി പോവേണ്ട, തലേദിവസം നമുക്ക് നോക്കി പോവേണ്ട കാര്യങ്ങൾ ഒരു 1-2 പേജുകളിലേക്ക് ഒതുങ്ങണം. ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിങ്ങും അതുപോലെ തന്നെ റിവിഷനും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ. അപ്പൊ മൂന്നാമത് നമ്മൾ പാരലൽ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. നമുക്ക് പിന്നീട് റെഫർ ചെയ്യേണ്ട കാര്യം, നമുക്ക് മറന്നു പോകുന്ന കാര്യം, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, ഇക്വേഷൻസ്, വാല്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു പാരലൽ നോട്ട്സ് ഉണ്ടാക്കും. ഓക്കെ. പിന്നെ ഓരോ ടോപ്പിക്കുകൾ കഴിയുമ്പോഴും നമുക്ക് MCQ അറ്റൻഡ് ചെയ്യണം. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ MCQ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സോഴ്സുകൾ ഉണ്ട് അല്ലെ. നമുക്ക് നമ്മളുടെ കോച്ചിങ് സെന്ററുകളുടെ MCQ പ്രാക്ടീസസ് ഉണ്ടാകും. നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ബുക്കുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൈറ്റുകൾ, കുറേ സൈറ്റുകൾ ഉണ്ട് നമുക്ക് MCQs പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന. അങ്ങനെയുള്ളതെല്ലാം നമ്മൾ യൂസ് ചെയ്യാം. ഒരു എക്സാമ്പിൾ, ഒരു രജിസ്റ്റർ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ രജിസ്റ്ററിൽ നിന്ന് ഇതുവരെ ഏതൊക്കെ പരീക്ഷകൾക്ക് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് പോർഷൻ നമ്മൾ ഫുള്ള് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പഠിക്കാം. ഓരോ ടോപ്പിക് കഴിയുമ്പോൾ നമ്മൾ MCQ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാം. പിന്നെ അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിവിഷൻ ആണ്, റിവൈസ്. നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നോട്ട് റിവൈസ് ചെയ്യുക. ഒന്നാമത്തെ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അല്ലെ, രണ്ടാമത്തെ വട്ടം റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോഴും ഈ മൊത്തം ഒന്നും ചെയ്യണ്ട. പിന്നെ നമ്മൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും, അത് മാത്രം ചെയ്താൽ മതിയാവും. ഓക്കെ. അങ്ങനെ റിവൈസ് ചെയ്യാം. പിന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം അല്ലെ. നമ്മളുടെ കേരള PSC നടത്തുന്ന 1.5 മണിക്കൂറിന്റെ പരീക്ഷയാണെങ്കിൽ 100 ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതേപോലെ 100 ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യുക. നിങ്ങൾ ആ കറക്റ്റ് ടൈം വെച്ചിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പരീക്ഷയായിട്ട് നടത്തും. അപ്പൊ അതൊക്കെ നിങ്ങളുടെ എക്സാമിനേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആകെയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ്സ് ഒരു 1.5 years കഴിയുന്ന സമയത്ത് നിങ്ങൾ നമ്മളുടെ ഇലക്ട്രോണിക്സ് സബ്ജക്റ്റിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റ് ഫുള്ളായിട്ട് നിങ്ങൾ തറവ് ആവുന്ന രീതിയിലേക്ക് നമുക്ക് ഈ ഒരു രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിനേഷന് ഉള്ള നല്ലൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരുകയും ചെയ്യും. എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. കാരണം നമുക്ക് എന്താ പറയാ, പ്രിപ്പയർ ചെയ്തു നമ്മൾ കട്ട് ഓഫ് മാർക്കൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ ലിസ്റ്റിൽ വന്നു എന്ന് മാത്രമല്ല, നമ്മൾ ആ ലിസ്റ്റിൽ ഏറ്റവും ഫ്രണ്ടിൽ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് ഫസ്റ്റ് 10ന്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ പേരുണ്ടെങ്കിലാണ് നമുക്ക് ഏറ്റവും ആദ്യത്തെ അഡ്വൈസ് പോകുമ്പോൾ നമുക്ക് ജോബ് കിട്ടുക. അതായിരിക്കണം നമ്മളുടെ എയിം. ഈ ഒരു എക്സാമിനേഷന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യത്തെ 10ൽ ഉണ്ടാവുക. ആദ്യത്തെ അഡ്വൈസ് പോകുമ്പോൾ ഒരു ജോബ് നമുക്ക് ഇതിനകത്ത് നിന്ന് അഷ്വേർഡ് ആയിട്ട് കിട്ടണം എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു പോകും. ഓക്കെ. അപ്പൊ അതാണ് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ഏണസ്റ്റ് അക്കാഡമിനെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഈ കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ മെന്റർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഓരോ ടോപ്പിക്കുകളും നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാകും. ഇതെല്ലാം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിൽ ആപ്പിൽ നിങ്ങൾക്ക് റെക്കോർഡ് സെഷൻസ് ആയിട്ട് ഉണ്ടാകും. അതിന്റെ നോട്ട്സുകൾ കാര്യങ്ങൾ ഉണ്ടാകും. ഓരോ ടോപ്പിക്കിലുള്ള MCQs നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പിന്നീട് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മോഡ്യൂൾ ടെസ്റ്റുകൾ, സീരീസ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. പിന്നെ ഈ ഒരു സ്റ്റഡി സ്ട്രാറ്റജി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കോമൺ സബ്ജക്ട്സുകൾ ഉണ്ട്. ടെക്നിക്കൽ മാത്തമാറ്റിക്സും കോമൺ ബേസിക് സബ്ജക്ട്സുകളും ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബിക്കോസ് ദീസ് സബ്ജക്ട്സ് ആർ ദ റാങ്ക് ഡിസൈഡിങ് സബ്ജക്ട്സ് അല്ലെ. കാരണം ഈ ഒരു സബ്ജക്റ്റുകളിൽ എല്ലാവരും
എല്ലാവരും ഒരേപോലെ ആയിരിക്കും ഈ ഒരു സബ്ജക്റ്റുകളിൽ അല്ലെ. കാരണം ആരും അത്ര മാസ്റ്റർ ആയിരിക്കില്ല. അപ്പൊ ബാക്കി കോർ സബ്ജക്റ്റുകളിലൊക്കെ ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയുന്നതായിരിക്കും. അപ്പൊ ഇത് നമ്മൾ ഒഴിവാക്കി പഠിക്കാനായിട്ട് പാടില്ല. അതും കൂടെ നമ്മൾ പഠിച്ച് തന്നെ മുന്നോട്ടായിട്ട് പോകണം. ഓക്കെ. ഇനി നമ്മളുടെ സെൻട്രലില് ഏണസ്റ്റ് അക്കാഡമിയിൽ വിവിധ പരീക്ഷകളിൽ റാങ്ക് കിട്ടിയ കേരള PSCയുടെ വിവിധ തസ്തികകളിൽ റാങ്ക് കിട്ടിയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഇതൊക്കെ. അപ്പം നല്ലൊരു കോച്ചിങ് നിങ്ങൾക്ക് ഏണസ്റ്റ് അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫർദർ ക്വറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ആ നമ്പർ തരാം. ഇവിടെ നിങ്ങൾക്ക് ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇനി ഈ ഒരു വെബിനാർ നമ്മൾ ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, എങ്കിൽ നമുക്ക് ക്ലാസ് ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.